അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഭൗതിക ലോകത്ത് കോടിക്കണക്കായ സൃഷ്ടിജാലങ്ങളെ ഈ അണ്ടകടാഹത്തിൽ പടച്ച തമ്പുരാനായ റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിക്കുകയാണ്. ചരിത്ര ഗവേഷകന്മാർ പറയുകയാണ്, ഒന്നല്ല രണ്ടല്ല 6 കോടികളിൽ പരം വരുന്ന സൃഷ്ടിജാലങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൗതിക ലോകത്ത് സൃഷ്ടിച്ചു എന്നാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഭൗതിക ലോകത്ത് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കോടാനുകോടി സൃഷ്ടിജാലങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടി, അർത്ഥശങ്കക്കിടയില്ലാതെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ദീൻ നമ്മോട് പഠിപ്പിക്കുകയാ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യരാകുന്ന ഞാനും നിങ്ങളും തന്നെയാണ്. ഒരു സൃഷ്ടിക്കും അവകാശപ്പെടാനില്ല. മനുഷ്യന്റെ ഉയർച്ചയ്ക്ക് അറ്റമില്ല. മാലാഖമാരെക്കാളും ഉയരാൻ മനുഷ്യന് കഴിയുമെന്ന് പോലും അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. ആ ഭാഗത്തോട്ട് ഞാൻ കിടക്കുന്നില്ല. എന്നാൽ മനുഷ്യരായ നമ്മെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചത് എന്തിനാ? കോടിക്കണക്കായ സൃഷ്ടിജാലങ്ങളിൽ വെച്ച് സൃഷ്ടി വൈഭവം കൊണ്ട് ഉത്കൃഷ്ടനായ മനുഷ്യരാകുന്ന എന്നെയും നിങ്ങളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചത് എന്തിനെന്നറിയോ? വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഒരായത്തിന്റെ ശകലമെടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, വഖൂദ് അന്നാസ് വൽ ഹിജാറ. മനുഷ്യനെ നരകത്തിലിട്ട് കത്തിക്കാനാണ്, നരകത്തിന്റെ വിറകുകളാക്കി മാറ്റാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ റമദാൻ നമ്മൾ കാത്തു നിൽക്കുന്നത്, വിശുദ്ധ റമദാനിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ റമദാനിന്റെ 2 മാസങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറ് ചക്രവാളത്തിൽ നിന്ന് വിശുദ്ധമായ ജുമാദുൽ ആഖിറയുടെ പൊന്നമ്പിളി വാനത്തവിടുന്ന് അസ്തമിച്ചുകൊണ്ട് വിശുദ്ധമായ വാനലോകത്ത് റജബിന്റെ പൊന്നമ്പിളി തെളിഞ്ഞപ്പോൾ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാൻ തുടങ്ങി, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. പടച്ചോനെ ഞങ്ങൾക്കൊന്ന് റമദാൻ എത്തിച്ചു തരണേ അല്ലാഹ്. എന്തിനാ റമദാൻ എത്തിക്കാൻ വേണ്ടി ദുആ ചെയ്തേ? സാപ്പാടടിക്കാനാ, തടി കൂട്ടാനാ, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ഒന്നും കൂടി മെച്ചപ്പെടുത്താനാ? ഒന്നിനുമല്ല. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം നേടാനാണ്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 നമ്മുടെ ജീവിതത്തിനുടനീളം കടന്നു വരുമ്പോ ആ വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ച ഒരു ദുആയുണ്ട്, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. പടച്ചോനെ എനിക്ക് നരകം തരല്ല റബ്ബേ, എന്നെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു നമ്മളെ പടച്ചത് നരകത്തിന്. ഒരാൾ ഇവിടെ നിന്ന് ദുആ ചെയ്യാ, അല്ലാഹു എന്നെ നീ ജയിലിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. അയാൾക്ക് വട്ടെന്ന് പറയും, കാരണം അയാൾ ജയിലിലില്ലല്ലോ, പിന്നെ ദുആ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പടച്ചോനെ ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാഹു പടച്ചത് നരകത്തിന് വേണ്ടിയാണ്. എന്തിനേറെ ഏതൊരു നല്ല സമയമുണ്ട് ആ സമയം മുഴുവനും ഞാനും നിങ്ങളും അണ്ടകടാഹത്തിന്റെ ഉടമയായ ലോകത്തിന്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാനായ റബ്ബുൽ ഇസ്സത്തിനോട് ദുആ ചെയ്യുന്നത്. നമ്മുടെ നിസ്കാരം 5 നേരം പടച്ചവനോട് ഞാനും നിങ്ങൾ അറിയാതെ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ. നെറ്റി വെച്ച് എല്ലാവരും തരം താഴ്ത്തുന്ന ഈ ഭൂമിയിൽ നമ്മുടെ പരിശുദ്ധാംഗങ്ങൾ വെച്ച് ആരാധനകൾക്കപ്പുറം എന്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ നമസ്കാരത്തിന്റെ അവസാനത്തെ സമയത്ത് ഞാനും നിങ്ങളും ദുആ ചെയ്യുന്നവര് ദുആയാണ്. 5 നേരവും 1 2 5 സമയം ദൈനംദിനം ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ. പടച്ചോനെ നരകം തരല്ല റബ്ബേ. എന്തിനേറെ എന്നെ പോലൂത്ത കോപ്പയിലുള്ള ആദരണീയനായ മദനി ഉസ്താദിനെ പോലൂത്ത ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള ഇമാമിങ്ങൾ പള്ളിയിലേക്ക് വരാത്തവനും വരുന്ന ഒരു ദിവസമുണ്ട്, വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ച ദിവസം വിശുദ്ധമായ പള്ളിയുടെ മിമ്പറിന്റെ അകത്ത് മുകൾ ഭാഗത്ത് കയറി ലോകത്തിന്റെ അഷ്ടദിക്കുകളുള്ള ഇമാമിങ്ങൾ ഒരേ സമയത്ത് നട്ടുച്ച സമയത്ത് എല്ലാവരുടെയും മനസ്സ് പടച്ചവനിലേക്ക് അർപ്പിതമായ സമയത്ത് ആ മിമ്പറിന്റെ മുകൾ ഭാഗത്ത് കയറി ദുആ ചെയ്യുന്നവര് ദുആയുണ്ട്, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. പടച്ചോനെ ഞങ്ങൾക്ക് നീ നരകം തരല്ല റബ്ബേ, നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. എന്തേ? അല്ലാഹു മനുഷ്യനെ പടച്ചത് നരകത്തിലാണ്. 1 2 72 തവണയാണ് വിശുദ്ധ ഖുർആനിൽ നരകത്തിനെ കുറിച്ച് പറഞ്ഞത്.
ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മഹനീയമായ രമ്യഹർമ്മ്യങ്ങളും മണിമാളികകളും നിറഞ്ഞു തുളുമ്പുന്ന വിശുദ്ധമായ സ്വർഗത്തിനൊരു പാസ് എടുക്കാൻ വേണ്ടിയാണ് ഈ ദുനിയാവിന്റെ ആദ്യത്തെ ലക്ഷ്യം ഇവിടെ വന്നത്. അല്ലാതെ ഭൗതികം കോടികൾ ഉണ്ടാക്കാനല്ല. ആഡംബരങ്ങളും ആധിക്യങ്ങളും ഉണ്ടാക്കി അവസാനമൊന്നുമില്ലാതെ കൈമലർത്തി മുട്ടത്തോടി പള്ളിയുടെ പരിശുദ്ധ പള്ളിപ്പെരുമാറിൽ കവിൾത്തടം നെഞ്ച പരിശുദ്ധമായ ആറടി മണ്ണിന്റെ കൂടാരത്തിൽ വെച്ച് കിടക്കാൻ വേണ്ടിയല്ല അല്ലാഹു നമ്മെ പഠിച്ചത്. ഈ ജീവിതത്തിൽ ഒരു ധർമ്മമുണ്ട്. എന്താ ധർമ്മം? സ്വർഗത്തിന്റെ ആളായി പോവാൻ. സ്വർഗത്തിനെ കുറിച്ച് കളിയാക്കുന്ന ഒരുപാട് ഫെമിനിസ്റ്റുകളുണ്ട്, യുക്തിവാദികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്. അതിൽ നമ്മുടെ യുവാക്കളും പലരും പെട്ടുപോവാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സ്വർഗം എന്നൊരു ലോകം, ആ ലോകത്തിന് പണിയെടുക്കാനാണ്. ആരാണ് എന്റെ പ്രിയപ്പെട്ടവർ ഇത് പറയുന്നതാരാ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് മസ്ജിദുൻ നബവിയുടെ വിശുദ്ധമായ ദീനി വിജ്ഞാന സദസ്സിൽ പറഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബാ മാനവ സമുദായത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചത് നരകത്തിന് വേണ്ടിയാണ്. സ്വഹാബാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ ദീനിനെ നെഞ്ചിലേറ്റി അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ വാഗ്ദാനികളെ മനസാ വാചാ കർമ്മണ അനുസരിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ കണ്ണുകൾ നിറയുകയാണ്. സ്വഹാബത്തിന്റെ കണ്ണുകൾ നിറയുകയാ. കൂട്ടത്തിലുള്ള പൗരപ്രമുഖനായ തഖ്വയുള്ള ബോധമുള്ള അല്ലാഹുവിന്റെ വിശുദ്ധമായ റസൂലിന്റെ ഇഷ്ടദാസനായ ഒരു സ്വഹാബി എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലേ, നരകത്തിന് വേണ്ടി പടക്കപ്പെട്ട സാധുക്കളായ അടിമകളുടെ കൂട്ടത്തിൽ ഞാനുമുണ്ടല്ലോ നബിയേ. നരകത്തിന് വേണ്ടി പടക്കപ്പെട്ട ഭയാനകരമായ ബീഭത്സമായ കത്തിയാളുന്ന നരകാഗ്നിയുണ്ടല്ലോ, ആ നരകാഗ്നിയിൽ പറയപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ മനുഷ്യനാകുന്ന ഞാനുമുണ്ടല്ലോ നബിയേ. ഒരുപാട് നിസ്കരിക്കുന്നവനാ, ഖുർആൻ ഓതുന്നവനാ, സ്വതഖ ചെയ്യുന്നവനാ, ആരാധനയുടെ ആകാശരാവുകളിൽ സഞ്ചരിക്കുന്നവനാ നബിയേ. കത്തിയാളുന്ന ഭയാനകരമായ ബീഭത്സമായ നരകാഗ്നിയെ എന്റെ മനസ്സുകൊണ്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല നബിയേ. ആ ഭയാനകരമായ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാ എനിക്കൊരു മാർഗം പറഞ്ഞു തരൂ നബിയേ. എത്ര ത്യാഗങ്ങൾ ചെയ്യാനും ഞാൻ സന്നദ്ധനാ, എത്ര ആരാധനകൾ ചെയ്യാനും സന്നദ്ധനാ, എന്റെ ഈ സ്വന്തം ശരീരത്തെ ബലിയർപ്പിക്കാനും ഞാൻ സന്നദ്ധനാണ് നബിയേ. ആ നരകമല്ല, ആ നരകത്തിന്റെ ഒരു കടല് പോലും എന്റെ ശരീരത്തിലേക്ക് പാരിപ്പറക്കുന്നത് കാണാ എനിക്കിഷ്ടമല്ല നബിയേ. സ്വർഗം വേണ്ട നബിയേ. സ്വർഗത്തിന്റെ ഒരു സിറ്റ് ഔട്ടെങ്കിലും എനിക്ക് വാങ്ങാ, അതിനുള്ള ഒരു മാർഗം എനിക്ക് പറഞ്ഞു തരുമോ നബിയേ. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല പ്രിയപ്പെട്ട സ്വഹാബിയോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യേണ്ടതില്ലടാ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതില്ലടാ, നിന്റെ ശരീരത്തിനെ നീ ബലിയർപ്പിക്കേണ്ടതില്ലടാ. മറിച്ച് കത്തിയാളുന്ന ഭയാനകരമായ ബീഭത്സമായ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗം വാങ്ങാനുള്ള മാർഗം പറഞ്ഞു തരികയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മറുപടി, കുൻ മുഹ്സിനാ, സ്വർഗം വേണം എനിക്ക്, നീ ഒരു നല്ല മനുഷ്യനാണ്. നമുക്ക് വിചാരിക്കുന്നത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താലും കിട്ടണം, അല്ല, സ്വർഗം വേണോ, നീ ഒരു നല്ല മനുഷ്യനാണ്. ആ സ്വഹാബി വീണ്ടും മുത്തനബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലേ, എങ്ങനെയാണ് മുത്തനബിയെ ഞാൻ നല്ലവനാവുക? എങ്ങനെയാണ് മുത്തനബിയെ ഞാൻ നല്ലവനാവുക? ഒരുപാട് നിസ്കരിച്ചത് കൊണ്ടോ, ഖുർആൻ ഓതിയത് കൊണ്ടോ, സ്വതഖ ചെയ്തത് കൊണ്ടോ, ഈ പരിശുദ്ധമായ പള്ളിക്ക് കൊടുത്തത് കൊണ്ടോ, ആരാധനയുടെ ആകാശരാവുകളിൽ സഞ്ചരിച്ചത് കൊണ്ടോ, പാതിരാത്രിയുടെ സമയത്ത് ഓരോരുത്തരും അവനവന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് സ്വർഗസമാനമായ സുഖങ്ങൾ പങ്കിടുമ്പോ അല്ലാഹുവിന്റെ പള്ളിയുടെ കഥ തുറന്ന് നെറ്റിത്തടം വെച്ച് പൊട്ടിക്കരഞ്ഞത് കൊണ്ട് ഞാൻ നല്ല മനുഷ്യനാണെന്ന് വിധിയെഴുതാൻ പറ്റോ നബിയേ? അതുകൊണ്ട് ഞാൻ നല്ലവനാണെന്ന് വിലയിരുത്താൻ പറ്റോ നബിയേ? വല്ലാത്തൊരു ചോദ്യം. നമ്മളെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ട്, റഹ്മാനി ആ പള്ളിക്ക് ഞാൻ ഇത്ര കൊടുത്തു, മാഷാ അല്ലാഹ്, ഞാൻ സ്വർഗത്തിലേക്ക്. കുറച്ച് ഖുർആൻ ഓതി, റമദാൻ മാസത്തിൽ നോമ്പെടുത്തു, അല്ലേ, പള്ളിക്ക് വരാത്ത കുറച്ച് ബാല്യക്കാരൊക്കെ ഉണ്ട്, ഇവരെ പുച്ഛിച്ച് കണ്ട്,
അല്ലേ? നമ്മൾ തന്നെ നല്ല മനുഷ്യന്മാർ. നാട്ടിൽ കുറെ ഇത്രയും ഫസാദ് നടത്തിയിട്ട് ഇങ്ങനെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇങ്ങനെ രക്ഷപ്പെടുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ ആ സ്വഹാബിയോട് പറയുകയാണ്, ഒരുപാട് നിസ്കരിച്ചത് കൊണ്ടോ, ഖുർആനോട് ഓതിയത് കൊണ്ടോ, സ്വതക ചെയ്തതുകൊണ്ടോ, ആരാധനയുടെ ആകാശയാമങ്ങളിൽ സഞ്ചരിച്ചതുകൊണ്ടോ, ഇബാദത്തിനെ മുറ പോലെ നിർവഹിച്ചതുകൊണ്ടോ, സകാത്ത് കൊടുത്തു വീട്ടിയതുകൊണ്ടോ, പള്ളിക്ക് സഹായിച്ചതുകൊണ്ടോ, ഒരുപാട് നന്മകൾ ചെയ്തതുകൊണ്ടോ നീ നല്ലവനാണെന്ന് പറയാൻ പറ്റൂലടാ. അതുകൊണ്ട് നീ നല്ലവനാണെന്ന് വിലയിരുത്താൻ പറ്റൂലടാ. ആ സ്വഹാബിക്ക് നിറകണ്ണുകളോടുകൂടെ മുത്തുനബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലേ, പിന്നെ ഞാൻ എങ്ങനെയാണ് നല്ലവനാണെന്നറിയുക? പിന്നെ എങ്ങനെയാണ് മുത്തുനബിയെ ഞാൻ നല്ലവനാണെന്നറിയുക? അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുകയാണ്, ഈ പരിശുദ്ധമായ മസ്ജിദ് നബവിയിൽ നിന്ന് ഇറങ്ങിപ്പോയി നിന്റെ വീടിന്റെ ഉമ്മരപ്പടിയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന്റെ മുമ്പ് ഒരാളോട് പോയി നീ ചോദിക്കണേ, ഒരാളോട് പോയി നീ ചോദിക്കണേ, ആ ഒരാളെങ്ങാലും നിന്നെ കുറിച്ച് നീ നല്ലവനെന്ന് പറഞ്ഞാൽ, ആ ഒരാളെങ്ങാലും നിന്നെ കുറിച്ച് നീ നല്ലവനാണെന്ന് വിലയിരുത്തിയ അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിനക്ക് നിർബന്ധമാ. ആ ഒരാളെങ്ങാലും നിന്നെ കുറിച്ച് നീ മോശപ്പെട്ടവനെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകാഗ്നി നിനക്ക് നിർബന്ധമാ. ആ സ്വഹാബി വീണ്ടും മുത്തുനബിയോട് ചോദിച്ചു, ആരോടാണ് മുത്തുനബിയെ ഞാൻ ചോദിക്കേണ്ടത്? ഞാൻ നല്ലവനാണെന്ന് വിലയിരുത്തേണ്ട ഒരാൾ ആരാണ് നബിയേ? ഞാൻ നല്ലവനാണെന്ന് വിധിക്കേണ്ട, എനിക്ക് സ്വർഗം ബാധിക്കേണ്ട, എനിക്ക് സ്വർഗം വിധിക്കേണ്ട ഒരാൾ ആരാണ് നബിയേ? എന്നെ 9 മാസവും 10 ദിവസവും ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും ദുഃഖദുരിതങ്ങളും സഹിച്ചുകൊണ്ട് രാത്രികളെ പകലുകളാക്കി 2 ജീവനെ ഒന്നായി കണ്ട എന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിയോടാണോ? താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, മുകളിൽ വെച്ചാൽ പേനരിക്കുമെന്ന ഭയത്തോടുകൂടെ എന്റെ ഉന്നതികളിലും ഉയർച്ചകളിലും പ്രവർത്തിച്ചെന്നെ ഈ നിലവാരത്തിലേക്ക് എത്തിച്ച എന്റെ വാപ്പയോടാണോ? എന്റെ രാത്രികളെ പകലുകളാക്കി എനിക്ക് സ്വർഗസമാനമായ സുഖങ്ങളെ സമ്മാനിച്ച എന്റെ പ്രിയപ്പെട്ട ഭാര്യയോടാണോ? എന്റെ കൂടപ്പറപ്പുകളോടാണോ? മക്കളോടാണോ? എന്റെ തോളത്ത് കൈയിട്ട് നടന്ന കൂട്ടുകാരോടാണോ? അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബിയോട് പറയുന്ന മറുപടി ഗൗരവത്തോടുകൂടി ചിന്തിക്കുക എന്റെ കടേക്കാലിലുള്ള ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ ആ സ്വഹാബിയോട് പറയുന്ന മറുപടി എന്തെന്നറിയോ? നിന്റെ വാപ്പയോടല്ല, നിന്റെ ഉമ്മയോടല്ല, നിന്റെ കൂടപ്പറപ്പുകളോടല്ല, നിന്റെ നാട്ടുകാരോടല്ല, നിന്റെ ഭാര്യയോടല്ല, നിന്റെ മക്കളോടല്ല, മറിച്ച് നിനക്ക് നീ നല്ലവനാണെന്നോ ചോദിച്ച് നീ വിലയിരുത്തപ്പെടേണ്ട ഒരാൾ, നീ നല്ലവനാണെന്ന് വിധിക്കേണ്ട ഒരാൾ ആരാണെന്നറിയോ? നീ നല്ലവനാണെന്ന് ചോദിക്കേണ്ട ഒരാൾ ആരാണെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ ആ സ്വഹാബിയോട് പറയുകയാ, സൽജീറാനക സൽജീറാനക, നിന്റെ അയൽവാസിയോട് പോയി നീ ചോദിക്കണേ, നിന്റെ അയൽവാസിയോട് പോയി നീ ചോദിക്കണേ. ആ അയൽവാസി എങ്ങാലും നിന്നെ കുറിച്ച് നീ നല്ലവനെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിനക്ക് നിർബന്ധമാ. ആ അയൽവാസി എങ്ങാലും നീ മോശപ്പെട്ടവനാ, നീ വൃത്തിഹീനനാ, നീ നല്ലവനല്ല എന്ന് നിന്നെ കുറിച്ച് നീ ചോദിക്കുമ്പോ പറഞ്ഞാൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിനക്ക് ഹറാമാ, അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകം നിനക്ക് നിർബന്ധമാ. നബി മുഹമ്മദ് മുസ്തഫ. പിന്നെ എത്ര നിസ്കരിച്ചിട്ട് കാര്യമില്ല, എത്ര ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല. ഈ സദസ്സിലുള്ള ആളോട് ചോദിക്കട്ടെ, ഞാൻ ഇന്ന് പോയി നിന്റെ അയൽവാസിയോട് ചോദിക്കുകയാണ്, ഞാൻ നല്ല ആളാ ബെടക്കാ? അപ്പൊ ഉസ്താദെ എന്നെ കുറിച്ച് നല്ലവനെ എന്ന് പറയൂന്ന് പറയാൻ ധൈര്യമുള്ള ആളുകൾ കൈവയ്ക്കുക. നിങ്ങളുടെ കാട്ടിലുള്ള അയൽവാസികളില്ലേ? ഒന്ന് പറഞ്ഞ മനുഷ്യന്മാർ ആർക്കില്ല? എന്റെ അയൽവാസി എന്നെ കുറിച്ച് നല്ലവരെ എന്ന് വിലയിരുത്തും പറയാൻ പറ്റുന്ന ആളെ കൈവയ്ക്കുക. അപ്പുറത്തുണ്ട് ആള് അല്ലെ? കൈ പൊക്കിയങ്ങും അപ്പുറത്തോ കൈ പൊക്കുമ്പോ അപ്പുറം ഇപ്പുറം നോക്കുന്നില്ല. നിങ്ങൾ അപ്പുറത്തെ ആൾക്കാർ ഇവിടെ വന്നിട്ടില്ലേ അല്ലേ? എന്തായാലും അല്ലാഹു ഖൈറിന്റെ അഹ്ലിക്കാരിൽ പെടുത്തട്ടെ. എത്രയെത്ര പ്രശ്നങ്ങൾ, എത്രയെത്ര പരിഭവങ്ങളാ എന്റെ പ്രിയപ്പെട്ടവരെ. ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ വാക്തർക്കങ്ങളായി വർഷങ്ങളായി മിണ്ടാതെ കഴിയുന്ന എത്ര അയൽവാസികളാണ് നമ്മുടെ ഈ മഹല്ലത്തിൽ.
തകർക്കാൻ നോക്കാണ്. ഒരു അയൽവാസി വരുമ്പോ നമുക്ക് കണ്ണിന് കടിയാണ്, സഹിക്കാൻ പറ്റില്ല. അവർക്ക് വേദന വരുമ്പോ, അവർക്ക് വിഷമം വരുമ്പോ, അവർക്ക് ഉയർച്ച വരുമ്പോ, അല്ലെ എന്റെ പ്രിയപ്പെട്ടവർ അവരുടെ വേദനകൾ നമ്മൾ സന്തോഷിക്കുക. ആലോചിച്ച് നോക്കിയ എത്ര ചെറിയ വഴിമുടക്കിന്റെ പേരിലുള്ള പ്രശ്നം, അല്ലേ ചെറിയ വെള്ളത്തിന്റെ പൈപ്പ് ലൈൻ കട്ട് ചെയ്തതിന്റെ പേരിലുള്ള പ്രശ്നം. മിനിഞ്ഞാന്ന് നമ്മുടെ ജുമാഅത്ത് പള്ളിയിലെ റൂമിലേക്ക് ഒരുപാട് ആള് വരും. വെള്ളിയാഴ്ച ഒരു രസകരമായ സംഭവം കൊണ്ട് അത്ഭുതപ്പെട്ടു ഞാൻ. ഇങ്ങനത്തെ അയൽവാസികൾ ഇക്കാലത്തുണ്ടല്ലോ. ഒരാളുടെ കീശയ്ക്ക് ഒരാൾ പൈസ ഇട്ട്, ഞാൻ തമാശക്ക് ചോദിച്ചു, കൈമടക്കേണ്ടത് ഉസ്താദ്മാർക്കല്ലേ, ഇയാൾക്ക് എന്തിനാണ് കൈമടക്കി? അയാൾ പറഞ്ഞു, ഉസ്താദേ, അയാളുടെ കിണറിൽ നിന്നാണ് എന്റെ വീട്ടിന്റെ വളപ്പിലൂടെ എന്റെ തോട്ടത്തിലേക്ക് വെള്ളം വിടുന്നത്. അപ്പോ അയാൾ പൊരുത്തപ്പെട്ടിട്ടാണ് അത് തരുന്നത്. എന്നാലും അത് എനിക്ക് തൃപ്തിയല്ല, അതുകൊണ്ട് കരണ്ടിന്റെ പൈസ കൊടുത്താണ് ഞാൻ. എത്ര പേരാണ് അയൽവാസിയുടെ വീട്ടിലേക്കുള്ള വെള്ളത്തിന്റെ പൈപ്പ് ലൈൻ കട്ട് ചെയ്തവർ. എന്തിനേറെ ചെറിയ തർക്കങ്ങളായി എന്റെ പ്രിയപ്പെട്ടവരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തവർ, കുടുംബ കോടതികളിൽ കേസ് നടക്കുന്ന എത്രയോ കുടുംബങ്ങൾ. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകട്ടെ. പോയി എന്താക്കിയിട്ട് കാര്യമില്ല, റഹ്മാനിയൊക്കെ കൊടുത്തിട്ട് കാര്യമില്ല, കവാടത്തിന് കൊടുത്തിട്ട് കാര്യമില്ല. ഇനി 100 റമദാൻ നിന്റെ ജീവിതത്തിൽ വന്നത് വരവേറ്റ് സ്വാഗതം ചെയ്ത് ആരാധന ചെയ്തിട്ട് കാര്യമില്ല. അള്ളാഹു തട്ടിക്കളയും. അതല്ലേ ലോകത്തിന്റെ നേതാവ് പറയുന്നത്, ആരാധന കൊണ്ട് രക്ഷപ്പെടുമെന്ന്, സ്വതക്ക കൊണ്ട് രക്ഷപ്പെടുമെന്ന് കരുതി എന്റെ കടേക്കാലുകാരാ. ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, എപ്പോഴാണ്, ഏത് സമയത്താണ്, ഏത് സെക്കൻഡിലാണ് നമ്മൾ മരിക്കുകയെന്ന് പറയാൻ പറ്റാത്ത ലോകത്താണ്. മനുഷ്യന്റെ മരണം അങ്ങനെയാണല്ലോ. എത്ര ഇബാദത്ത് ചെയ്തിട്ടില്ലെന്താ കാര്യം? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെയാണ് കർണാടകത്തുള്ള ചാർമടി എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത്. ഒരുപാട് വയസ്സിലെ പ്രിയപ്പെട്ടവരെ, 19കാരനായ ചെറുപ്പക്കാരനാ. ഒരുമ്മയുടെ താങ്ങും തണലുമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. വാപ്പയില്ലാത്ത കുടുംബമാ. പെങ്ങളെയും പ്രിയപ്പെട്ട ഉമ്മയും പൊന്നുപോലെ നോക്കിയിരുന്നവനാ. പാർട്ട് ടൈം ഫുഡ് ഡെലിവറിക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ട് കിട്ടുന്ന അധ്വാനത്തിൽ നിന്ന് കുടുംബത്തെ പോറ്റി തന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചിരുന്ന മനുഷ്യനാ. ഒരുപാട് പ്രായമില്ല, രക്തം തുളുമ്പുന്ന പ്രിയപ്പെട്ട യുവതിളപ്പുള്ള ആ ചെറുപ്പക്കാരനല്ല വാഹനാപകടത്തിലൂടെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയകളിലൂടെ മൊത്തം അത് പറക്കുകയാണ്. അല്ലാഹുവേ, ഇൻസ്റ്റാഗ്രാമിലൂടെയും ആധുനിക മീഡിയകളിലൂടെയും പറക്കുമ്പോ സ്വന്തം വീടിന്റെ അകത്തളത്തുള്ള പ്രിയപ്പെട്ട ഉമ്മാക്ക് മകന്റെ മരണവാർത്ത അറിയില്ല. കാരണം എന്താ? ഉമ്മാക്ക് ഫേസ്ബുക്കില്ല, വാട്സപ്പില്ല, ഇൻസ്റ്റയില്ല. ആ പ്രിയപ്പെട്ട ഉമ്മയോട് പോയി ചോദിച്ചു, നിങ്ങളുടെ മകനെവിടെ? എന്റെ പ്രിയപ്പെട്ടവരെ, വീടിത്തിരക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മ പറയാണ്, എന്റെ മകൻ മംഗലാപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, മയ്യിത്തായി കിടക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ മോർച്ചറിയുള്ളതാ ഉമ്മാക്കറിയില്ല. അങ്ങനെയല്ലേ പിഞ്ചുമക്കൾ പിടഞ്ഞു മരിക്കുന്ന ഭൗതിക ലോകത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോ നമ്മുടെ നാട്ടിലുള്ള മുഹമ്മദാജ് മരണപ്പെട്ടത് നിങ്ങൾക്കറിയില്ലേ? രാത്രി 9:30 മണി വരെ എന്റെ റൂമിൽ ചെലവഴിച്ച മനുഷ്യനല്ല. 2 മണി രാത്രിക്കാണ് നമ്മുടെ അമ്പാച്ച വിളിച്ചുകൊണ്ട് പറയുന്നത്, ഉസ്താദേ, ഒരു ആഫിയത്ത് നഷ്ടപ്പെട്ടിട്ടില്ല, ഒരു ആരോഗ്യം നഷ്ടപ്പെട്ട മനുഷ്യനല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അന്നത്തെ പരിശുദ്ധമായ മഗ്‌രിബ് നമസ്കാരത്തിന്റെ മുത്തത്തോട് പള്ളിയുടെ മിഹ്റാബിന്റെ ചാരത്തിരുന്ന് സലാത്തിന് പങ്കെടുത്ത മനുഷ്യനുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, വിട പറയുന്നത് അവസാനത്തെ വാക്കായി പോയി, അവസാനത്തെ സംസാരമായി പോയി. ഇന്നത്തെ ഈ വേദിയിലുണ്ടല്ലോ നിറഞ്ഞു കളിക്കേണ്ട ആ മനുഷ്യൻ ഇന്ന് കിടക്കുന്നത് എവിടെയാ? മണിക്കൂറുകളില്ല, സെക്കൻഡുകളുടെ ഉള്ളില് ആ മനുഷ്യന് ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് ആരുടെ മണ്ണിന്റെ അകത്തളത്ത് കിടക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് മരിച്ചത് നിങ്ങൾക്കറിയുമല്ലോ, ഞാൻ നീട്ടേണ്ടതില്ലല്ലോ. അല്ലാഹുവേ, പാവപ്പെട്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരര് പഠിച്ചവനെ ഒരുപാട് അഭിലാഷയോടുകൂടെ നാട്ടിലേക്ക് വന്നവനാ. കല്യാണം എന്ന് പറയുന്ന സ്വർഗീയ സ്വപ്നവുമായി പാരിയിറങ്ങി വന്ന പ്രിയപ്പെട്ടവര് 2 പെരുന്നാള് കഴിഞ്ഞ് നാട്ടിലുള്ള സന്തോഷത്തിൽ
വർഷത്തിന്റെ ഏറ്റവും വലിയ സുമുഹൂർത്തം പങ്കിടാൻ വേണ്ടി കുടുംബ വീട്ടിലേക്ക് പോയി തിരിച്ചു വരുമ്പോ മൂന്നാമത്തെ പെരുന്നാൾ അവനിക്ക് 6 അടി മണ്ണിൽ അല്ലാഹു ഒരുക്കി കഴിഞ്ഞെങ്കിൽ ധൈര്യമില്ല എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. റമദാനിനെ കാത്തു നിൽക്കുന്നവരാ, റമദാനിനെ സ്വീകരിക്കാനും വരവേൽക്കാനും കാതോർക്കുന്നവരാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. എപ്പോഴാണ് ഏത് സമയത്താണ് ഒരു മനുഷ്യന്റെ അന്ത്യഭിലാഷം എന്നറിയില്ല. അങ്ങനെ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളെ കൊണ്ടുപോയാൽ 6 അടി മണ്ണിന്റെ അകത്തളത്തിന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് കാലം കഴിയുന്നവരല്ല. ഖുർആൻ പറഞ്ഞതുപോലെ ഒരു രാത്രി കടന്ന പ്രഭാതം പൊട്ടിവിടരുന്ന സമയത്ത് എങ്ങനെയാണോ ഒരു മനുഷ്യൻ എഴുന്നേൽക്കുന്നത്, അതേ രീതിയിലാണ് മഹാനായ സൂറിൽ എന്ന കാലത്തിൽ ഇസ്രാഫീൽ ഓതുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നത്. ഖബറിൽ കാലാകാലം കിടക്കുന്നവരല്ല. മുട്ടത്തോടി പള്ളിയുടെയും പരിശുദ്ധമായ പുതുമണ്ണ പള്ളി കോപ്പയിൽ നിന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ നമുക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കിയ നമ്മൾ കാലാകാലം കിടന്ന പരിശുദ്ധമായ കുഴിമാടം പൊട്ടിവിടരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിഭാഗം പരിശുദ്ധമായ ഖബർസ്ഥാനിൽ നിന്ന് പോകുന്നത് പുഞ്ചിരിച്ചുകൊണ്ടാണ്. കാരണം എന്തേ, അവർക്ക് പേടിയില്ല. ഒരുപാട് നിസ്കരിച്ചവരാ, ഖുർആൻ ഓതിയവരാ, സദഖ ചെയ്തവരാ, പള്ളിക്ക് വേണ്ടി കൊടുത്തവരാ, മദ്രസക്ക് വേണ്ടി കൊടുത്തവരാ, ആരാധനയുടെ ആകാശരാവുകളിൽ സഞ്ചരിച്ചവരാ, പടച്ചവനെ ഭയഭക്തിയോടുകൂടെ ജീവിച്ചു പോയ മനുഷ്യൻ അല്ലാഹുവിന്റെ ലോകത്തേക്ക് കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട കടേക്കാലിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, ഒരു കൂട്ടം ആളുകളെ മശറാ ലോകത്തെ മനുഷ്യൻ അത്ഭുതത്തോടുകൂടെ നോക്കിക്കാണുകയാ. കാരണം എന്തേ, മാസം തോറും ഖത്മുൽ ഖുർആൻ തീർത്ത മനുഷ്യൻ, മാസം തോറും ഇബാദത്ത് ചെയ്ത, അല്ലാഹുവിന് വേണ്ടി ജീവിതം മുഴുവനും സമർപ്പിച്ചു പോയ ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന സ്വർഗീയ രമ്യങ്ങളെയും മണിമാളികളെയും ഓർത്തുകൊണ്ട് അത്ഭുതത്തോടുകൂടെ മശറാവൻ സഭയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ നാട്ടുകാരും കൂടപ്പറപ്പുകളും നിന്റെ ഭാര്യ മക്കളും നിന്റെ പ്രിയപ്പെട്ടവരും നിന്റെ സുഹൃത്തുക്കളും അല്ലാഹുവിന്റെ ലോകത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ വെളിയാളം വരുന്നത്. പടച്ചവന് നിന്നെ വിളിക്കുന്നത്. നിനക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കി തയ്യാറാക്കിയ നീ ചെയ്ത ആരാധനകൾക്കും വിവാദത്തുകൾക്കും സുഹൃത്തുക്കൾക്കും പകരമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് ഒരുക്കി തയ്യാറാക്കിയ സ്വർഗീയ മണിമേടയുണ്ടല്ലോ, അതിന് വേണ്ടിയുള്ള പാസ് നൽകുമ്പോ ഒരു മനുഷ്യന് നിന്റെ മുമ്പിലോട്ട് കടന്നു വരികയാണ്. ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാ. ആ മനുഷ്യന് പടച്ചവരോട് പറയാണല്ലാ, നീ നൽകിയ സ്വർഗത്തിന് ഇവൻ അർഹതപ്പെട്ടവനാണ് അല്ലാ. എന്റെ കടേക്കാലിൽ ഒരുപാട് നിസ്കരിച്ച മനുഷ്യനിവനാ, പള്ളിക്ക് വേണ്ടി അധ്വാനിച്ച മനുഷ്യനിവനാ, ആരാധനകൾ ചെയ്ത മനുഷ്യനിവനാ, നന്മകളും സുഹൃതങ്ങളും വാഴുകോരി കൊടുത്ത മനുഷ്യനിവനാ. പടച്ച റബ്ബേ, നീ നൽകിയ സ്വർഗത്തിന് അർഹതപ്പെട്ടവനായിട്ട് പോലും പാവപ്പെട്ട അയൽക്കാരനായവന്റെ വീടിന്റെ ചാരത്ത് ഞാൻ താമസിച്ചു അല്ലാ. ഇവന് മരിക്കുന്നത് വരെ ഇവന്റെ അയൽക്കാരനായിരുന്നു ഞാൻ പാവപ്പെട്ടവനാ, പരമദരിദ്രനാക്കിയ അല്ലാ. ഈ മനുഷ്യനെ കോടീശ്വരനാക്കിയതും നീയാണല്ലോ റബ്ബേ. എന്നാൽ പടച്ച റബ്ബേ, ചോർന്നൊളിക്കുന്ന വീടിന്റെ അകത്തളത്ത് ഞാൻ കഴിയുമ്പോ 2 നിലയുള്ള വീട് വെച്ച് കടേക്കാലിൽ എന്നെ ഇവന് പരിഗണിച്ചില്ല അല്ലാ. വീട്ടിൽ സുഭിക്ഷമായ ബിരിയാണി ഭക്ഷിക്കുമ്പോ അരപ്പട്ടിനിയും മുഴുപ്പട്ടിനിയുമായി എന്റെ കുടുംബത്തോട് ഞാൻ കഴിയുമ്പോ പടച്ച റബ്ബേ, ഇവൻ എന്നെ തിരിഞ്ഞു നോക്കിയില്ല അല്ലാ. അല്ലാഹുവേ, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീടിന്റെ അകത്തളത്ത് ഞാൻ കഴിയുമ്പോ പടച്ച റബ്ബേ, വലിയ കൊട്ടാരം പോലത്തെ ഭവനം വെച്ച് താമസിച്ച ഈ മനുഷ്യൻ എന്നെ പരിഗണിച്ചില്ല അല്ലാ. ഉടുതുണിക്കും മറുതുണിയില്ലാതിരിക്കുമ്പോ നോക്കിയില്ല റബ്ബേ. സുന്ദരിയായ സുമതിയായ ഇവന്റെ 18കാരിയായ പൊന്നുമോള് 150 പവന് സ്വർണം ഇട്ടുകൊണ്ട് പ്രിയപ്പെട്ടവര് പുതുമണവാളന് കൈനീട്ടി അയക്കുമ്പോ എന്റെ പൊന്നുമോളുണ്ടല്ലോ 28കാരിയായി 30കാരിയായി 1 ഗ്രാം 1 തെരി നാണയത്തൊട്ട് പോലും ഇല്ലാതെ വിലപിച്ച് വേദനിച്ച് പൊട്ടിക്കരഞ്ഞ് പള്ളി വരാന്തകളിൽ മുസല്ല് വിരിച്ചിരിക്കുമ്പോ ഇവന്റെ വീടിന്റെ കഥമുട്ടി കൈനീട്ടി യാചിക്കുമ്പോ എന്നെ ഇവനെ പരിഗണിച്ചില്ല റബ്ബേ. പടച്ചവനെ, എന്റെ വീട്ടിലേക്കുള്ള വഴിമുടക്കിയവനാ, നാട്ടിൽ മുഴുവനും എന്നെ കുറിച്ച് ഫിത്ന പറഞ്ഞവനാ, ഫസാദ് പറഞ്ഞവനാ, എന്റെ പേരിൽ അസൂയ പൂണ്ടവനാ, പടച്ച റബ്ബേ, എന്റെ പേരിൽ കേസ് കൊടുത്തവനാ. വെറുതെ വിടല്ല റബ്ബേ,
വെറുതെ വിടല്ല റബ്ബേ, ഈ മനുഷ്യനെ എനിക്കൊന്ന് കാണിച്ചു തരൂ അല്ലാ എന്ന് പറയുമ്പോ പർവ്വത സമാനമായ ആരാധനകൾ ചെയ്ത കടേകാലുകാരാ, സ്വർഗം ഉറപ്പിച്ച് സ്വർഗത്തിന്റെ ഉമ്മരപതിയിൽ, സ്വർഗത്തിന്റെ ഉമ്മരപ്പടിയിൽ വെച്ച് അല്ലാഹുവേ സ്വർഗത്തിന്റെ പാസ് പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന നീയുണ്ടല്ലോ അല്ലാഹുവേ. പടച്ചവൻ അല്ലാഹു നിന്റെ അയൽവാസിക്ക് കാണിച്ചു കൊടുക്കുമ്പോ ആ അയൽവാസി നിന്റെ തുണിക്കോതിൽ പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. പിന്നെ എന്തിനാണ് നമ്മളെ നിസ്കാരം? ഒരയൽവാസിയോട് ബന്ധമില്ലാതെ പിന്നെ എന്തിനാ ഖുർആനോത്ത്? ഒരയൽവാസിയോട് അസൂയ വെച്ച്, ഒരയൽവാസിയെ ഫിത്ന പറഞ്ഞ്, ഒരയൽവാസിയെ നാറ്റിച്ച്, ഒരു അയൽവാസിയുടെ പേരിൽ കേസ് കൊടുത്ത്, ഒരു അയൽവാസിയോട് നല്ല ബന്ധം പുലർത്താതെ നീ നിസ്കരിച്ചിട്ടും കാര്യമില്ല, നീ നോമ്പെടുത്തിട്ടും കാര്യമില്ല. നാളെ മുതൽ നിന്റെ ആവശ്യം വല്ലാക്കില്ല, നീ പള്ളിയിലേക്കും വരേണ്ടതില്ല. ഞാനല്ല പറയുന്നത്, ഇന്നേ വരെ കള്ളം പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചുരുക്കി പറയാണ് എന്റെ പ്രിയപ്പെട്ട ഭക്തരാമ, നമുക്കെല്ലാം അവസാനിപ്പിക്കാം. ആരാണ് നമ്മുടെ അയൽവാസികൾ? ആരാ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, നിന്റെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ള 40 വീട്ടുകാരാണ് നിന്റെ അയൽവാസികൾ. എത്ര? ഉറങ്ങാണ്ട കെട്ടിണ്ട് പോകുമ്പോ ഉഷാറാക്കി പറയാം. എത്ര ആള്? 40 വീട്ടുകാർ. നമ്മളെ കടേക്കാലം 40 ഒരു സംശയം. മറ്റൊരു അഭിപ്രായ പ്രകാരം പറയാണ്, നിന്റെ വീടിന്റെ മുൻവശത്തുള്ള വലത്, ഇടത്, പിൻവശത്ത് മൊത്തം 160 വീട്ടുകാരാണ് നിന്റെ അയൽവാസികൾ. അവരെ കുറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കിയേ? മാതാപിതാക്കളോട് നമുക്ക് കടപ്പാടുകളുണ്ട്, ഭാര്യ മക്കളോട് കടപ്പാടുകളുണ്ട്, കൂടപ്പിറപ്പുകളോട് നമുക്ക് കടപ്പാടുകളുണ്ട്. അതിനേക്കാൾ വലിയ കടപ്പാടുകൾ ആരോടുണ്ട്? നമ്മുടെ അയൽവാസിയോട് നമുക്കുണ്ട്. ഞാനല്ല പറയുന്നത്, നബി മുഹമ്മദ് മുസ്തഫ. അതല്ലേ ലോകത്തിന്റെ നേതാവ് അത്ഭുതകരമായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നേ വരെ കളവ് പറയാത്തവമായ യന്തിഖുനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. ആലോകരോട് ദൈവിക സന്ദേശത്തിനെ അല്ലാതെ വിളിച്ചു പറയാത്ത ലോകത്തിന്റെ നേതാവ് പറയാ, അർബഉൻ മിൻ സആദത്തിൽ മർഇ. ഒരു മനുഷ്യന്റെ ജീവിത വിജയത്തിന് 4 കാര്യങ്ങളാണ്. അത് കുറെ കോടി ഉണ്ടായിട്ട് കാര്യമില്ല, കുറെ ബിസിനസ് ഉണ്ടായിട്ട് കാര്യമില്ല. ഇന്നലെയാണ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെ കല്യാണം നടന്നു. നമുക്കാർക്ക് ക്ഷണമില്ല. അപ്പോ കോടിക്കണക്കായ സമ്പത്തുള്ള ഏഷ്യയിൽ നമ്പർ 1 സമ്പന്നനായ അദ്ദേഹത്തിന്റെ മകൻ പറയാണ്, ഞാൻ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടു. ആര് പറയുന്നു? കോടിക്കണക്കായ സമ്പത്ത്, 100 തലമുറ തിന്നു തീർത്താലും തീരാത്ത സ്വത്തുക്കളുള്ള അംബാനിയുടെ മകനാണ് പറയുന്നത്. അപ്പോ പൈസ ഉള്ളത് കൊണ്ട് ഒരുപാട് ബിസിനസ്സും ഒരുപാട് കച്ചവടവും അല്ലെ, പല പരാതികളും നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കറാമത്തിന്റെ മണ്ണിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് പല പരാതികളും വരുന്നുണ്ട്. വലിയ നമ്മൾ വിചാരിക്കുന്ന മാഷാ അല്ലാഹ് അതിന്റെ കാണുമ്പോ ഒരു ടെൻഷനും ഇല്ല. വന്നിട്ട് റൂമിൽ പറയുമ്പോഴാണ്, ഉസ്താദേ ഗൾഫിൽ അങ്ങനെയായി, ഗൾഫിൽ ഇങ്ങനെയായി, ജോലി ശരിയില്ല, കച്ചവടം ശരിയില്ല, കട പൂട്ടാൻ അടുത്തായിരിക്കുക, എന്നൊക്കെ പറയാം. എന്തേ നമ്മുടെ ജീവിതത്തിൽ വിജയമില്ലാത്തത്? ഞാൻ ചോദിക്കട്ടെ. നമ്മുടെ കച്ചവടത്തിൽ ബറക്കത്തില്ല, ബിസിനസ്സിൽ ബറക്കത്തില്ല. നമ്മൾ തൊട്ടതെല്ലാം പൊന്നായിരുന്നവര് കാലഘട്ടത്തിൽ എല്ലാം നിഷ്ഫലമായി പോയി. പറയാനുള്ളത് കൊറോണയ്ക്ക് ശേഷം ഒന്നും ശരിയില്ല, അത് വെറുതെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കടങ്ങളായി കൈവലഞ്ഞുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചവർ പോലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മോനെ നിന്റെ ജീവിതത്തിൽ വിജയം വേണോ? ഈ പറയുന്ന 4 കാര്യങ്ങൾ അടിവരയിട്ടോ, 4 കാര്യങ്ങൾ അടിവരയിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ മർഅതു സ്വാലിഹാ, അൽ മർഅതു സ്വാലിഹാ.
നിന്റെ ജീവിതത്തിൽ നിനക്ക് വിജയം വേണോ? സ്വാലിഹത്തായ ഒരു പെണ്ണ് നിർബന്ധമാണ്. നീ കെട്ടിക്കൊണ്ടുവന്ന കടേക്കാരിലുള്ള നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുണ്ടല്ലോ, നിന്നോടൊപ്പം ഇണചേരുന്നവളുണ്ടല്ലോ, അവൾ അല്ലാഹുവിനെ പേടിക്കുന്ന പെണ്ണാ, 5 നേരം നിസ്കരിക്കുന്ന പെണ്ണാ, ഇബാദത്ത് ചെയ്യുന്ന പെണ്ണാ, ആരാധനയുടെ ആകാശയാമങ്ങളിൽ സഞ്ചരിക്കുന്ന പെണ്ണാ, പടച്ചവനെ മുറ പോലെ ജീവിക്കുന്ന പെണ്ണാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ ഒരു കാര്യത്തിലും വഞ്ചിക്കാത്ത പെണ്ണാണ്. അല്ലാതെ കടേകാലുകാരാ നമ്മൾ എന്താ കരുതിയത്? നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ വീടിന്റെ അടുക്കളായി വായിച്ചാടിച്ചു വാരാന് മാത്രമുള്ളവളല്ല. വീടിന്റെ അടുക്കളയുടെ അകത്തളത്ത് കരിയും പുരണ്ടുകൊണ്ട് ജീവിക്കാൻ മാത്രമുള്ളവളല്ല. നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തി അടിച്ചമർത്തപ്പെടാനുള്ളവളല്ല. നാട് മുഴുവനും ചുറ്റിക്കറങ്ങാനും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും പ്രിയപ്പെട്ട സഹധർമ്മിണിയോടുകൂടെ കപ്പൽസ് വീഡിയോ ഇടാനുള്ളവളല്ല നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി. ആ ഭാര്യയുണ്ടല്ലോ നിനക്ക് ജീവിതത്തിൽ വിജയം വാങ്ങിച്ചു തരാനുള്ളവളാ. അങ്ങനെയുള്ള സ്വാലിഹത്തായ ഭാര്യ നിന്റെ ജീവിതത്തിലുണ്ടോ? അത് നിന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ വിജയമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറയാണ് സ്വാലിഹത്തായ ഭാര്യയെ കുറിച്ച്, അഫ്ളലു മാ യക്നിസുൽ മർഉ അൽ മർഅതു സ്വാലിഹ. ദുനിയാവിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യനിക്ക് നൽകിയ നിധി, ഏറ്റവും വലിയ നിഅമത്ത് സ്വാലിഹത്തായ പെണ്ണ്. നോക്കട്ടെ എത്ര ആൾക്കുണ്ടെന്ന് കൈവക്കിയ. ആ കിടാവ് കൈവക്കുന്നല്ലേ നിങ്ങളെ? ഇത് തിന്ന സാധനം ഒന്ന് കൈവക്കി ഉഷാറായിട്ട്. ആടെ കാണുന്നുണ്ട്, മനസ്സിലായി? അവർക്ക് സ്ക്രീൻ വെച്ച് കൊടുത്തിട്ട് ഉഷാറായിട്ട്. ആരും മംഗലം കഴിച്ചിട്ടില്ല, കൈവക്കുന്നില്ല. എന്ത് കഥ മംഗലം കഴിച്ചിട്ടില്ലേ? സ്വാലിഹത്തായ ഭാര്യയുള്ള ആളെന്ന് ഉഷാറാക്കി കൈവക്കുന്നു. ഭയങ്കര മൈൻഡ് വർക്കാണ്. എന്താ സ്വാലിഹത്തായ ഭാര്യ? വിശുദ്ധ ഖുർആൻ പറയാണ്, ഫസ്വാലിഹാതു ഖാനിതാത്തുൻ. സ്വാലിഹത്തായ ഭാര്യ എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളെല്ലാം നോക്കിയ സ്ക്രീനില് ഒന്ന് തിരിച്ചു കൊടുത്തോടെ അപ്പൊ അവർ മനസ്സിലാക്കട്ടെ. അപ്പൊ കൈപൊക്കിയ ഭർത്താവിനെ കുറിച്ച് അവർക്ക് അറിയാം, കൈപൊക്കാത്തവനെ കുറിച്ച്. അപ്പൊ എന്താ പറയാ, വീട്ടിലെങ്ങനെ പറഞ്ഞിട്ടെങ്കിലും നേരാക്കും. വിശുദ്ധ ഖുർആൻ പറയാണ് അനുസരിക്കുന്ന പെണ്ണ്. സ്വാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ അവർക്ക് അനുസരണയുണ്ട്. ഭയങ്കര അനുസരണ. എന്ത്? ഖുർആൻ ഓതുന്നുണ്ട്, ദുആ നിസ്കരിക്കുന്നുണ്ട്, പൊട്ടിക്കരഞ്ഞ് പാതിരാ സമയത്ത് എനിക്കും മക്കൾക്കും ദുആ ചെയ്യുന്നുണ്ട്. ഇത് പോരാ. ഒരു പെണ്ണ് പർവ്വത സമാനമായ അമല് ചെയ്തിട്ടും പിന്നെന്ത്? ഭർത്താവിനനുസരിക്കണം. വിശുദ്ധ മഹാന്മാർ പറയാണ്, അല്ലാഹുവിനെ പേടിക്കുന്ന ഒരു പെണ്ണിന്, അല്ലാഹുവിനെ പേടിക്കുന്ന ഒരു സ്വാലിഹത്തായ പെണ്ണിന്റെ ലക്ഷണം അല്ലാഹുവിനെ അനുസരിച്ചാൽ പോരാ, ഭർത്താവിനനുസരിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ നരകത്തില. ഒരേ ഒരു കാരണം, ഇബാദത്ത് പറഞ്ഞ കാരണം കൊണ്ടല്ല, പിന്നെ ഭർത്താവിനോടുള്ള അനുസരണക്കുറവ്. അതില്ലാത്തത് കൊണ്ട് വീട് നരകത്തിന്റെ കൂടാരമായി മാറി. അല്ലെ? വീട്ടിലേക്ക് പേര് തന്നെ മസ്കർ എന്ന് പറഞ്ഞാൽ എന്ത്? സമാധാനം കിട്ടുന്ന സ്ഥലം. റസൂലുള്ള വിശുദ്ധമായ ഹിറാ ഗുഹയിൽ വെച്ച് മഹാനായ ജിബ്രീലിനെ കണ്ടപ്പോൾ പേടിച്ച് പനി പിടിച്ച് ഭയന്ന് പറച്ച് ഓടി വന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന മഹദിയായ ഖദീജയാണ്. വന്നിട്ട് പറഞ്ഞു, സമ്മിലൂനി, ഖദീജ വന്ന് എന്നെ കെട്ടിപ്പിടിക്ക്. ഭാര്യമാരോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റണം. എത്ര ഭർത്താക്കന്മാരുണ്ട്? ഒന്ന് കൈപൊക്കിയ. ഇതെങ്ങ് നോക്കട്ടെ, എല്ലാരും കൈപൊക്കിയ. നിങ്ങളെ കാണിക്കണം. ഒന്ന് കൈപൊക്കിയ. ഭാര്യമാരുടെ എല്ലാ കാര്യവും ഷെയർ ചെയ്യുന്ന ഭർത്താക്കന്മാർ. നമുക്ക് ഷെയർ ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് സ്വാലിഹത്തായ പെണ്ണിന്റെ ലക്ഷണമാണ് അവൾ അല്ലാഹുവിനെ അനുസരിക്കുന്ന, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ്. വീട്ടിലേക്ക് എത്തുമ്പോൾ സമാധാനം കിട്ടും. കാരണം ആ വീട്ടിൽ ഒരു പെണ്ണുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞത് ഖൈറുൻ നിസാ, ഏറ്റവും ഉത്തമമായ പെണ്ണ്, ഇദാ നളർത ഇലൈഹാ സറതുക, നീ പുരക്ക് പോകുമ്പോ ആ വീട്ടിലേക്ക് കയറിയപ്പോൾ അവളെ നോക്കുമ്പോൾ എന്നെ മാഷാഅല്ലാഹ്, എന്തോ ഒരു സന്തോഷം. ഭാര്യമാരെ കാണുമ്പോൾ നമുക്ക് സന്തോഷാണ്.
ഒന്ന് പറഞ്ഞ മനുഷ്യപ്പോ അവരുടെ സന്തോഷാന്ന. പണ്ടൊരാൾ ദ്വാരക്കാൻ കൊടുത്ത കഥ നിങ്ങൾക്ക് അറിയല്ലേ? ഭാര്യ ദ്വാരക്ക് പൈസ കൊടുത്തു. ബക്കറ്റ് വിരിവിനെ അയക്കുമ്പോ ഭാര്യ പൈസ കൊടുത്തു. എന്ത് ഉസ്താദിനോട് ദ്വാരക്കാൻ ചൊല്ലണോ? എന്ത് വിഷയമൊന്നുമില്ല. ഉസ്താദ് നേരത്തെ പറഞ്ഞില്ല സ്വർഗം. ആ സ്വർഗത്തിൽ എന്റെ മാപ്പിളന്റെ കൂടെ എനിക്ക് കൂടണോ? ഓക്കെ ഉസ്താദ് നല്ല ദ്വാരം. ആ ദ്വാ തീരുന്നതിന് മുമ്പ് എന്നെ മാപ്പിള 100 രൂപ കൊടുത്തു ദ്വാരക്കാൻ. എന്തിന്? ആ ദ്വാ റിട്ടേൺ എടുക്കാൻ. അപ്പൊ ഉസ്താദ് അത്ഭുതത്തോട് ചോദിച്ചു, സ്വർഗല്ലേ? ഉസ്താദ് ഞാൻ നരകത്തിലേക്ക് പോവാ, ദിനിയാവിലൂടെ കൂടെ കൂടിയിട്ട് മതി, ആ സ്വർഗം എനിക്ക് വേണ്ട. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, മനസ്സിലായി? സന്തോഷാവുന്നുണ്ടോ? ഭാര്യയെ കാണുമ്പോ സന്തോഷിക്കുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? കാരണം ഭാര്യമാർ അങ്ങനെയാണ്. ചില ഭാര്യമാർക്കുണ്ട് 50 കഴിഞ്ഞാൽ പിന്നെ മാപ്പിള വേണ്ട, അല്ലേ? എന്ത് ഈ തൊണ്ടനെ എന്ത് പോക്കാലെ എന്ത് അപ്പോൾ എന്നെ വേണ്ടത്. ഇപ്പണക്ക് ഭാര്യ എന്തിന്? മാസത്തിൽ 4 ലീവിൽ ഞാൻ നാട്ടിലേക്ക് ചിലപ്പോ കുറച്ച് കൂടി പോകുന്നു. അങ്ങനെ ലീവ് കഴിഞ്ഞിട്ട് അല്ലെ നമ്മളെ ജീവിതത്തിന്റെ ഒരു 50 വർഷത്തിന്റെ കാലയളവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത് ഈ സദസ്സിലുള്ളവർ പറഞ്ഞോ ഗൾഫ് രാജ്യത്താണ്, ബാംഗ്ലൂരിലാണ്, അന്യ സംസ്ഥാനങ്ങളിലാണ്. എല്ലാം കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് ഇനിയെങ്കിലും എന്റെ ഭാര്യയോടൊപ്പം കൂടി ചേരട്ടെ എന്ന് വരുമ്പോ നിങ്ങൾക്ക് എന്ത് പോക്കാലോ, കുറച്ച് അപ്പുറം പോയി മാറി നിക്ക് എന്ന് പറയുന്നു. അള്ളാഹു പൊരുത്തപ്പെടൂല. ചില ഭാര്യമാരൊക്കെ വിചാരണ്ട് കൂടെ കിടക്കാൻ മാത്രം മാപ്പിള അല്ല. ജീവിതത്തിന്റെ ഒരുപാട് കഥകൾ പറയാൻ അവർക്കുണ്ടാവും, ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ പറയാൻ അവർക്കുണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പല ഭർത്താക്കന്മാരും ഭാര്യ മരണപ്പെട്ടു പോയപ്പോ തകർന്നു പോകുന്നത്. മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, ഭാര്യ മരിച്ചു എന്നുള്ള വിവരം അറിഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അമേരിക്കയിലുള്ള തങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വിയോഗ വാർത്ത അറിയിച്ചില്ല എന്നാണ് മകൻ പറയുന്നത്. കാരണം വാപ്പക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയാവണം. ഭാര്യ എപ്പോഴും താലോലിച്ചു കൊണ്ടു നടക്കുന്നവര് ഭർത്താവ് നിന്റെ ഭർത്താവാകണമെങ്കിൽ പെണ്ണേ നീ നിന്റെ ഭർത്താവിനെ അനുസരിക്കണം. എല്ലാത്തിലും കിടപ്പറയിലും അനുസരിക്കണം. കൂടി നടക്കുമ്പോൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും. എന്റെ പ്രിയ കർണാടകത്തെ ഒരു സ്ഥലത്ത് ഞാൻ വാതിന് പോയപ്പോ ഒരു 78 വയസ്സായ ഉപ്പാപ്പ എന്നോട് പറഞ്ഞ് എന്റെ ഭാര്യക്ക് 74 വയസ്സായ അൽഹംദുലില്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇന്നും അവർ കിടക്കുന്നത് ഒന്നിച്ചിട്ടാണ്, ഇന്നും അവർ കൂടിച്ചേരുന്നത് ഒന്നിച്ചിട്ടാണ്, ഭക്ഷണം കഴിക്കുന്നത് ഒന്നിച്ചിട്ടാണ്. അയാൾക്കൊരു ചെറിയ കടയുണ്ട്, ആ കടയിലേക്ക് പോലും വേറൊന്നും പണിയില്ലല്ലോ, ഭാര്യ തന്റെ ഭർത്താവിനോടൊപ്പം പോകും. അടുത്തുള്ള കടയാണ്. എന്തോ ഒരു സന്തോഷം നോക്കിയേ. അങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാർക്ക് ആഫിയത്ത് നഷ്ടപ്പെടില്ല. ഇത് അധിക ഭർത്താക്കന്മാർ അറ്റാക്ക് വന്നിട്ട് മരിക്കുന്നെന്തേ? വളരെ ടെൻഷൻ. മഹാനായ ലുഖ്മാൻ ഹക്കീം തങ്ങൾ പറഞ്ഞത്, നല്ല ഭാര്യ നിനക്കില്ലേ, നിന്നെ അനുസരിക്കുന്ന ഭാര്യ നിനക്കില്ലേ, തുശീബുക ഖബ്ലൽ മശീബ്, നീ നിരക്കുന്നതിന് മുമ്പ് നിന്നെ അവൾ നിരപ്പിക്കും. ഇതെല്ലാം അവസ്ഥ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്താക്കട്ടെ, അവരെ കൊണ്ട് വിജയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ എന്തിനും ഭർത്താവ് നല്ലത് പറഞ്ഞാൽ ഭർത്താവ് പറയാണ്. നമ്മൾ കപ്പിൾസ് വീഡിയോ എടുക്കാം, ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഇൻഷാ അല്ലാഹ് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, നമ്മളും ചെയ്യാം. അനുസരിക്കണ്ട, ഇതിനല്ല നല്ല കാര്യം എന്തൊക്കെയുണ്ടോ അനുസരിക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതാണ്. ഒട്ടകപ്പുറത്താണ് ഒരു പെണ്ണ്, അവളെ ഒരു ഭർത്താവ് ആവശ്യപ്പെടുകയാണ്, അയാളുടെ വയസ്സ് 80 ആണ്, എന്നാൽ നീ അവനെ അനുസരിക്കണമെന്നാണ്. കാരണം നിന്റെ ജീവിതവും നിന്റെ സ്വർഗവും നിന്റെ നരകവും നിന്റെ ഭർത്താവാണ്. അല്ലാഹുവിനെ അനുസരിക്കുമ്പോ ഭർത്താവ് കൂടെ ഇല്ലെങ്കിൽ പെണ്ണ് നിന്റെ ദുനിയാവും പോയി, നിന്റെ ആഖിറവും പോയി, നിന്റെ ജീവിതവും വിജയവും പരാജയപ്പെട്ടു എന്നാണ് നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യ ഭർത്താക്കൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഇണചേരുന്ന ഒരു വീടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള മക്കളെ നശിക്കൂല. അവർ കഞ്ചാവിന്റെയും കള്ളിന്റെയും മയക്കുമരുന്നിന്റെ അടിമകളാവില്ല, ഉറപ്പാണ്. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. രണ്ടാമതായി പറയാണ് അൽ മർക്കബുൽ ഹനി, നല്ല ഒരു വാഹനം, ജീവിത വിജയത്തിന്റെ നിർബന്ധം. മൂന്നാമതായി പറയുകയാണ് അൽ മസ്കനുൽ വാസി, വിശാലമായ വിശാലമായ വീട് എന്ന് പറയുമ്പോ നിയമസഭാ മന്ദിരം പോലെ കെട്ടിയിടപ്പെട്ട 4 ആളാണ് ആ വീട്ടിൽ. 10 റൂമുകളുണ്ട്. കോപ്പയിലുള്ള ഏറ്റവും അല്ലെങ്കിൽ മുട്ടത്തോടിയിലുള്ള വലിയ ഒരു നിയമസഭാ മന്ദിരം പോലത്തെ വീടിനെ കുറിച്ചല്ല പറയുന്നത്. കണക്കുണ്ട് വീടിനും. ഒരു വീട്ടിൽ 4 ആള് താമസിക്കുകയാണെങ്കിൽ ഭാര്യക്കും ഭർത്താവിനും ഒരു റൂം,
2 മക്കൾക്ക് രണ്ട് റൂം, അപ്പൊ 3 റൂമായി. 4ാമത്തെ ഒരു റൂം അത് ഒരു അതിഥിക്കാണ്, അപ്പൊ 4 റൂമായി. 5ാമത്തെ ഒരു റൂം ആ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ശൈത്താൻ വന്ന് കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പക്ഷെ വീട് വലിയാക്കിയിട്ട് കാര്യമില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചെറ്റപ്പുരയിലാണ് താമസിച്ചിരുന്നത്. മഹദിയായ ഫാത്തിമ ചോർന്നൊളിക്കുന്ന വീടിന്റെ അകത്തളത്ത് ഒരുപാട് സമയം പട്ടിണിക്ക് കിടന്ന ഫാത്തിമ 3 ദിവസങ്ങളോളം വീടിന്റെ അകത്തളത്ത് പുകവഞ്ഞിട്ടില്ല എന്ന് ചരിത്രം പറയാണ്. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കുമ്പോ അലിയാർ തങ്ങളുടെ മടിത്തട്ടിൽ തലവെച്ചു. അലിയാർ തങ്ങൾ തന്റെ ഫാത്തിമയെ നോക്കി പൊട്ടിക്കരയാണ്. അലിയാർ തങ്ങൾ ബഹുപത്നിത്വമുള്ള ആ കാലഘട്ടത്ത് ഫാത്തിമയല്ലാതെ ഒരു ഭാര്യയെ പോലും ഫാത്തിമയുടെ ജീവിതകാലത്ത് മഹാനായ അലിയാർ തങ്ങൾ ചിന്തിച്ചിട്ടില്ല. എല്ലാരും 2 കെട്ടി, 3 കെട്ടി, 4 കെട്ടി, പക്ഷേ അലിയാർ ഭാര്യയുള്ള കാലത്തോളം ഒന്നും കിട്ടിയില്ല. ഭാര്യയോട് പറഞ്ഞു, ഫാത്തിമ നീ നിന്റെ ഉപ്പയുടെ അടുത്ത് പോവല്ലേ, ഈ വീടിന്റെ അകത്തളത്ത് നടന്ന സംഭവങ്ങളെ കുറിച്ച് നീ പരാതി പറയല്ലേ. സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അടിപിടിയായിരുന്നല്ല, ഒരു നല്ല വീടല്ല, ചോർന്നൊളിക്കുന്ന വീടിന്റെ അകത്തളമാണ്. മഴ പെയ്താൽ ഒരുപാട് ക്ലേശങ്ങളും പ്രയാസങ്ങളും നേരിട്ട വീടാണ്. ഈ വീടിന്റെ അകത്തളത്ത് ഒരു 10 കീറുകൊണ്ട്, ഒരു കാറക്കയുടെ കീറുകൊണ്ട് നീയും നിന്റെ മക്കളും ജീവിതം ചെലവഴിച്ചിട്ടുണ്ട്. ഫാത്തിമ എന്നെ കുറിച്ച് പരാതി പറയല്ലേ. അപ്പൊ ഫാത്തിമ പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്തെന്നറിയോ? പ്രിയപ്പെട്ട അലിയേ, വീടില്ലെങ്കിൽ എന്ത്, കൊട്ടാരമില്ലെങ്കിൽ എന്ത്, സ്വർഗം പോലൂത്ത ഭവനമല്ലെങ്കിൽ എന്ത്, ഈ വീടിന്റെ അകത്തളത്ത് ഞാൻ അനുഭവിച്ചത് പോലൂത്ത സുഖമുണ്ടല്ലോ, ലോകത്തിനൊരു പെണ്ണ് പോലും അങ്ങനെയുള്ള സന്തോഷവും സുഖവും അനുഭവിക്കാൻ പോകുന്നില്ല അലിയെ. ആരാ പറയുന്നത്? അങ്ങനെയാവണം പെണ്ണുങ്ങൾ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ട 1ാമത്തെ കാര്യം സ്വാലിഹത്തായ ഭാര്യയാണെങ്കിൽ, 2ാമതായി നല്ല ഒരു വാഹനമാണെങ്കിൽ, 3ാമതായി നല്ല ഒരു വീടാണെങ്കിൽ, ലോകത്തിന്റെ നേതാവ് 4ാമതായി പറയുകയാണ് അൽ ജാറുസ്വാലിഹ്, അൽ ജാറുസ്വാലിഹ്, സ്വാലിഹായ ഒരു അയൽവാസിയാണ് നിന്റെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടത്. ഈ 4 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ, പിന്നെ നിനക്ക് പേടിയില്ല, ടെൻഷനില്ല, പരിഭവങ്ങളില്ല. കാരണം എന്തേ? ഒരു സ്വാലിഹത്തായ ഭാര്യയുണ്ടെങ്കിൽ പിന്നെ നിന്റെ മക്കള് മോശപ്പെടൂല്ല, നിന്റെ വീട് അലവലാദിയുടെ വീടാകൂല്ല. നല്ല ഒരു വാഹനമുണ്ടെങ്കിൽ നിന്റെ സമയം നഷ്ടപ്പെടൂല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല ഒരു വീടുണ്ടെങ്കിലുണ്ടല്ലോ, ആ വീട്ടിലും റഹ്മത്തും സന്തോഷവും ബറക്കത്തും കിട്ടിയാൽ പിന്നെ ടെൻഷനില്ല. ഒരു നല്ല അയൽവാസി നിന്റെ ജീവിതത്തിലുണ്ടോ, പിന്നെ ഫിത്നയില്ല, ഫസാദില്ല, അസൂയയില്ല, കിബറില്ല, അഹങ്കാരമില്ല, നിന്നെ നാട് മുഴുവനും നാറ്റിക്കലില്ല. എന്ത് വന്നാലും നിന്നോട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു പോകുന്ന ഒരു നല്ല അയൽവാസി നിന്റെ കടേക്കാലിലുണ്ടോ, ഓരേ അത് നിന്റെ ജീവിതത്തിന്റെ വിജയമാ. അതുകൊണ്ടാണ് മുത്തു റസൂലുള്ള പറഞ്ഞത്, അയൽവാസിയുടെ കാര്യം എപ്പോഴും വന്ന് ജിബ്രീൽ എന്നോട് പറയുമായിരുന്നു. മഹാനായ മുത്തുനബിയുടെ അടുത്തേക്ക് 23 വർഷം ജിബ്രീൽ വന്നുവല്ലോ. വിശുദ്ധ ഖുർആനിന്റെ സന്ദേശവുമായി മുത്തു റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് വരുന്ന ജിബ്രീൽ, ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ആദ്യമായി പറയുന്നതും കൽപ്പിക്കുന്നതും ചോദിക്കുന്നതും അയൽവാസികളുടെ കടപ്പാടുകളെ കുറിച്ചാ. ഭാര്യ മക്കളുടെയോ കുടുംബത്തിന്റെയോ മാതാപിതാക്കളുടെ കാര്യത്തെ കുറിച്ചല്ല ചോദിക്കുന്നത്, അയൽവാസികളുടെ കാര്യത്തെ കുറിച്ചാണ്. ആ അയൽവാസിയുടെ കാര്യമുണ്ടല്ലോ, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ നിരന്തരം ഇങ്ങനെ കുത്തി ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിചാരിച്ചു പോയി, അന്നഹു സയുവരിസുഹു, എന്റെ ഭാര്യ മക്കളും കൂടപ്പറപ്പുകളും പ്രിയപ്പെട്ടവരും മാതാപിതാക്കളും അനന്തരാവകാശം എടുക്കും പോലെ എന്റെ അയൽവാസിക്കും ഞാൻ എന്റെ സ്വത്തിന്റെ അനന്തരാവകാശം കൊടുക്കേണ്ടി വരുമെന്ന് പേടിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു അയൽവാസിയുടെ കടപ്പാടുകൾ പാലിക്കുന്നത് പോട്ടെ, ഒരു അയൽവാസി ഒരു മനുഷ്യനെ ആദരിക്കുന്നില്ലയോ, അവനെ ബഹുമാനിക്കുന്നില്ലയോ, അവനെ സ്നേഹിക്കുന്നില്ലയോ, അവനോട് സഹകരിക്കുന്നില്ലയോ, അവനക്ക് ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നില്ലയോ, അവന്റെ കണ്ണീരൊപ്പുന്നില്ലയോ, നീ മുഅ്മിനെ അല്ല, നീ മനുഷ്യനെ അല്ല, നിനക്ക് ഈമാനില്ല. അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, അവിടെ രാഷ്ട്രീയമില്ല, അവിടെ സംഘടനയില്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, രാഷ്ട്രീയത്തിന്റെ പേരിൽ തമ്മിലടിച്ചുകൊണ്ട് പിണങ്ങിക്കിടന്ന എത്ര അയൽവാസികളാ നമ്മുടെ കൂട്ടത്തിലുള്ളത്. കൊടിയുടെ നിറം മാറിയതിന്റെ പേരില്, സംഘടന മാറിയതിന്റെ പേരില്,
എന്റെ പ്രിയപ്പെട്ടവരെ, പിണങ്ങിക്കിടന്ന് ഒരുപാട് വർഷങ്ങളായി തമ്മിലടിയായി തിരിഞ്ഞു നോക്കാത്ത എത്ര അയൽക്കാരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അഖിരിൻ ജാറക വലൗ കാന കാഫിറാ. നിന്റെ വീട് ചാരത്ത് താമസിക്കുന്നത് ഒരു മുസ്ലിമല്ല, ഒരു അയ്യപ്പനാട്, ഒരു ജോസഫാട്. അവൻ അമുസ്ലിമായാൽ പോലും അവനെ നീ സ്നേഹിക്കണേ, അവനെ ആദരിക്കണേ, ബഹുമാനിക്കണേ. എന്റെ കടേകാലുകാരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതം ഇന്നെങ്ങനെയാണ്? ഇന്ന് പരസ്പരം ബന്ധങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താനും തന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കളും സ്വന്തം ജീവിതത്തിന് ഒരു വീട് വെച്ച് സ്വന്തം ജീവിതത്തിന് വേണ്ടുന്ന വഴികൾ കണ്ടെത്തുക വഴി ഒരു നല്ല വീട് വെച്ച് ആ വീടിനൊരു നല്ല കമ്പൗണ്ട് കെട്ടി അയൽവാസിയുടെ വീട്ടിലേക്ക് യാതൊരു ബന്ധവുമില്ലാതെ അവിടെ നടക്കുന്നത് പോലും അറിയാതെ തൊട്ടടുത്ത അയൽക്കാരന്റെ വീട്ടിൽ വലിയ ഒരു വിപത്ത് നടന്നിട്ട് പോലും അറിയാതെ സോഷ്യൽ മീഡിയകളിലൂടെ വരുമ്പോ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഫോൺ വിളി വരുമ്പോ അറിയുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിനക്ക് അയൽവാസി ശാപമാണ്, നിന്റെ സ്വർഗം ഊരിക്കളയുന്നവനാണ്. 100 റമദാനുകൾ നേരിട്ടാലും പാപം പൊറുക്കപ്പെടാത്തവര് കാരണം നിന്റെ അയൽവാസിയാ. അയൽവാസിക്ക് പാറ വെച്ചവരില്ലേ, അയൽവാസിക്ക് സിഹർ വെച്ചവരില്ലേ, അയൽവാസിയുടെ സർവ്വതും പിഞ്ചു ചീന്തിയവരില്ലേ, അയൽവാസിയോട് അസൂയ പൂണ്ടവരില്ലേ, അയൽവാസിയെ തകർക്കാൻ ശ്രമിച്ചവരില്ലേ, അയൽവാസിയുടെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ കല്യാണം മുടക്കിയവരില്ലേ. പാവപ്പെട്ട അയൽവാസിയുടെ പെൺകുട്ടി അല്ലാഹു 26 27 കാരിയായി ഒരു പുതുമണവാളനെ കാണാൻ വേണ്ടി തഹജ്ജുദ്കാരത്തിന്റെ പായകളിൽ വെച്ച് പൊട്ടിക്കരഞ്ഞ് വിലപിക്കുമ്പോ അല്ലാഹു അവൾക്ക് കനിഞ്ഞേകിയ ഏതെങ്കിലും ഒരു പുരുഷനെ കഴിഞ്ഞ കാലത്ത് എന്തോ ഒന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ പാവപ്പെട്ടവരുടെ കല്യാണം മുടക്കിയവരെ, പ്രിയപ്പെട്ട യുവാക്കളുടെ കല്യാണം മുടക്കികളെ, അല്ലാഹു നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പോകുന്നില്ല. അയൽവാസിയുടെ ഉയർച്ചയിൽ വേദനിച്ചവരെ അയൽവാസിയുടെ സന്തോഷത്തിൽ ഭാഗമാക്കാതെ, അയൽവാസിയുടെ വീട്ടിൽ ഒരാൾ മരിച്ചിട്ട് പോലും അയൽവാസിയുടെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാത്ത എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമുക്ക് അല്ലാഹു പൊരുത്തപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് റമദാന് വരാൻ പോവുകയാണ്. ഏറ്റവും വലിയ ഒരുക്കമുണ്ടല്ലോ, ഏറ്റവും വലിയ മുന്നൊരുക്കമുണ്ടല്ലോ, ഈ ബന്ധങ്ങളെ സ്ഥാപിക്കലാണ്. പിന്നെ നോമ്പിന്റെ മസല പഠിച്ചാ മതി, പിന്നെ ഖുർആനിന്റെ മസല പഠിച്ചാ മതി, പിന്നെ നിസ്കാരത്തിന്റെ മസല പഠിച്ചാ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, കാരണം നിനക്ക് സ്വർഗം വാങ്ങിത്തരുന്നവർ നിന്റെ അയൽവാസിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഇന്നലകളിൽ പല അബദ്ധങ്ങളും സംഭവിച്ചു പോയല്ലോ. എത്രയോ ആളുകൾ ഈ ദുനിയാവിൽ നിന്ന് നമ്മളെ പോലെ ജീവിക്കാൻ കൊതിച്ചവർ എന്റെ പ്രിയപ്പെട്ടവർ ആറടി മണ്ണിന്റെ അകത്തളത്താവുമ്പോ നമുക്കും ഗ്യാരണ്ടിയില്ല മുസ്ലിമേ. ഇന്ന് ഇരിക്കുന്ന നീയുണ്ടല്ലോ, നാളെ പ്രഭാതം പൊട്ടിവിടരുന്നത് വരെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട കടേകാലുകാരാ, അതുകൊണ്ട് നമുക്ക് ആരോടും അസൂയ വേണ്ട, ആരോടും വിദ്വേഷം വേണ്ട, ആരോടും പക വേണ്ട, ആരോടും ചതി വേണ്ട, ആരോടും കളിക്കാൻ നോക്കണ്ട. നമ്മുടെ മനസ്സിന്റെ അകത്തളത്തുള്ള ജാടയെ വലിച്ചെറിഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിലേക്ക് അടുക്കാൻ, പാവപ്പെട്ട അയൽവാസിയോട് സംസാരിക്കാൻ മനസ്സ് കാണിക്കടേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അയൽവാസിയുടെ 1-2 ബാധ്യതകൾ മാത്രം ഇൻഷാ അല്ലാഹ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അയൽവാസി നമ്മുടെ സ്വർഗ്ഗമാണ്, അയൽവാസി നമ്മുടെ നരകമാണ്. നമുക്ക് എന്താ ഉണ്ട്? നിങ്ങൾ പറഞ്ഞ മനുഷ്യന്മാരെ എന്റെ കൂടെ വേണം. എന്ത് കാണണ്ടേ? സ്വർഗ്ഗം അല്ലേ? അല്ലേ? ആ സ്വർഗ്ഗമാവാൻ ഒരുപാട് കടപ്പാടുകളുണ്ട്, 2 മാത്രം. ഒന്നാമതായി അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കഫുൽ അദാ. ഒരു അയൽവാസിയെ നിങ്ങൾ ഇടങ്ങിറാക്കാൻ പാടില്ല, ഒരയൽവാസിയെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇടങ്ങിറാക്കല്ലേ, ബുദ്ധിമുട്ടിക്കല്ലേ. മുത്തുനബി തങ്ങൾ തന്റെ മരണത്തിന്റെ അവസാന വേളയിൽ പോലും പറഞ്ഞത്, പുണ്യനബിന്റെ വഫാത്ത് ദിനത്തിൽ നിശ്ചലമായ മദീനയല്ലേ, പുണ്യനബിന്റെ വഫാത്ത് ദിനത്തിൽ നിശ്ചലമായ മദീനയല്ലേ, കൽബുകളായിരമായിരമായിരം കണ്ണീരായി കടിഞ്ഞതല്ലേ, കൽബുകളായിരമായിരമായിരം
കണ്ണീരായി കഴിഞ്ഞതല്ലേ വന്നസ്റായിൽ അന്നൊരു നാളിൽ ജദ്ദുൽ ഹുസൈന്റെ റൂഹെടുക്കാൻ വന്നസ്റായിൽ അന്നൊരു നാളിൽ ജദ്ദുൽ ഹുസൈന്റെ റൂഹെടുക്കാൻ ഫാത്തിമ ബീബി തൻ കൽബിൽ മിന്നും പൊന്നും പ്രഭയാം നൂറണക്കാൻ ഫാത്തിമ ബീബി തൻ കൽബിൽ മിന്നും പൊന്നും പ്രഭയാം നൂറണക്കാൻ അല്ലാഹുവിന്റെ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയുടെ ചാരത്തുള്ള തന്റെ വീട്ടിൽ തളർന്നു കിടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ പ്രിയപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു ബാങ്ക് വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വരുന്നത് കാണുന്നില്ല മദീന പള്ളിയിലേക്ക് വരാതിരിക്കുമ്പോൾ സങ്കടത്തോടു കൂടെ ഓടി വന്നു എന്നിട്ടോ മുത്തുനബിയോട് പറഞ്ഞു അസ്സലായ റസൂലല്ലാഹ് ബാങ്ക് വിളിച്ചു നബിയേ നിസ്കരിക്കാൻ വരണം നബിയേ സ്വഹാബത്ത് മദീന പള്ളിയിൽ കാത്തുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ ഇമാമത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനെ മിണ്ടാൻ കഴിയുന്നില്ല മരണത്തിന്റെ രോഗത്തിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആയിഷയോട് വിളിച്ചു പറയാണ് ആയിഷ അബൂബക്കർ ഫൽയുസല്ലി ബിന്നാസ് ആയിഷ അബൂബക്കറിനോട് ഇമാം നിൽക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയുണ്ടെന്ന് പറ ആയിഷ വിളിയാളം പ്രിയപ്പെട്ട ബിലാൽ മുഅദ്ദിയോട് പറയുകയാണ് ഓടി വന്നതിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറയുമ്പോ മദീന പള്ളിയാകെ ബഹളമാണ് മദീന പള്ളിയാകെ പൊട്ടിക്കരച്ചിലാ മദീന പള്ളിയിലാകെ തേങ്ങിക്കരച്ചിലാണ് റസൂലുള്ളാഹി കരച്ചിൽ കേൾക്കുമ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല കാരണമെന്ത് സ്വഹാബത്തിനെയും ഉമ്മത്തിനെയും അത്രത്തോളം ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴാതെ സൂക്ഷിച്ച മുത്തുനബി ആ മുത്തു റസൂലുള്ള പ്രിയപ്പെട്ട ബിലാൽ മുഅദ്ദിയോട് വീണ്ടും വരാൻ കൽപ്പിക്കുകയാണ് മഹാനായ അലിയാർ തങ്ങൾ വന്നു ഫദ്ൽ ഇബ്നു അബ്ബാസ് വന്നു അവരുടെ തോളത്ത് കൈയിട്ട് നടന്നുകൊണ്ട് പള്ളിയിലേക്ക് കയറുകയാ ആ പള്ളിയിലേക്ക് കയറിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വിശുദ്ധമായ മദീനയുടെ സ്വർഗ്ഗ കവാടമാകുന്ന മിമ്പറിന്റെ മുകൾ ഭാഗത്ത് കയറി ആ മിമ്പറിന്റെ മുകൾ ഭാഗത്ത് കയറി അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ പ്രസംഗമാ ഇനി പ്രസംഗം ആരോഗ്യരോട് പ്രസംഗിക്കാനില്ല മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മദീന പള്ളിയുടെ ഉമ്മരപ്പടിയിൽ റസൂലുള്ളാഹിന്റെ റൂഹ് വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ള മദീനത്തെ പള്ളിയിൽ അവസാനത്തെ പ്രസംഗം നടത്തുന്നത് ഇനി പ്രസംഗമില്ല ഇനി സ്വഹാബത്തിന് ഉപദേശമില്ല ആ അവസാനത്തെ പ്രസംഗത്തിലാണല്ലോ ലോകത്തിന്റെ സർവ്വകാര്യങ്ങളെയും ചർച്ച ചെയ്യേണ്ടത് ആ ചർച്ച ചെയ്യാനിരിക്കെ ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞ ഒന്നാമത്തെ ഉപദേശവും ചർച്ച എന്തെന്നറിയോ ഒരയൽവാസിയും വേദനിപ്പിക്കല്ലേ ഒരയൽവാസിയുടെ മനസ്സ് വിഷമിപ്പിക്കല്ലേ ഒരയൽവാസിയുടെ ഹൃദയം തകർക്കല്ലേ ബന്ധങ്ങളെ ചേർക്കണേ നബി മുഹമ്മദ് മുസ്തഫ സലാത്തിന്റെ വീര്യം പോലെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെക്കുറിച്ച് അത്രയും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ യഥാർത്ഥ വിശ്വാസിയാണോ മുഅ്മിനാണോ ഫലാ യുദി ജാറാ അയൽവാസി നിങ്ങളെ വേദനിപ്പിക്കരുത് നമ്മൾ പറയാറുണ്ടല്ലോ സാധാരണ കേന്ദ്രത്തിൽ ഇലക്ഷൻ നടക്കാൻ പോവാണ് ശരി എല്ലാം ഒറ്റക്കെട്ടാവണം ശരി എവിടെ രാഹുൽ ഗാന്ധിന്റെ മറ്റോരെല്ലാം പാർട്ടി കൂടിയിട്ട് ഇന്ത്യ രൂപീകരിച്ചു നമ്മൾ ശക്തിപ്പെടുത്തണം ശരിയെന്നെ ആ ശക്തിപ്പെടുത്തലിന്റെ ഒന്നാമത്തെ ഘട്ടം എവിടെ നിന്നാണ് നിന്റെ വീട് മുറ്റത്തിൽ നിന്നാവണം പരസ്പരം എന്റെ പ്രിയപ്പെട്ടവരെ അടിയുറച്ച ബന്ധം അങ്ങനെ ഒരു അയൽവാസിയെ കെട്ടിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ അത് വലിയ ഒരു വിഷയമാണ് അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു മഹാനുഭാവന്റെ ഒരു അയൽവാസി ഉണ്ടായിരുന്നു കള്ളുകുടിയനായ അയൽവാസി എന്ത് കള്ളുകുടിയൻ അയാളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ ആരോ കേസ് കൊടുത്തു മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു അന്നത്തെ രാത്രി വാഴ് കഴിഞ്ഞ് വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ സാധാരണ 2 മണിക്ക് ഒരു താരാട്ട് പാട്ട് പോലെ അയാളുടെ ഒച്ചപ്പാട് അന്നത്തെ രാത്രി കേൾക്കുന്നില്ല വേദനിച്ച് വിഷമിച്ചു പോയി മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയപ്പെട്ടവരെ ആ നാട്ടിന്റെ ഖാദിയാണ്
ജഡ്ജാണ്. ആ ജഡ്ജാണ് എന്റെ പ്രിയപ്പെട്ടവരെ നേരെ തന്റെ സൈക്കിളും ചവിട്ടി കിലോമീറ്ററുകളോളം ആ പ്രിയപ്പെട്ട അയൽവാസി കള്ളുകുടിയനായ അയൽവാസിയുള്ള ആ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെന്നുകൊണ്ട് 200 ദിർഹം കൊടുത്തിട്ട് ആ കള്ളുകുടിയനെ വിട്ടയച്ചുകൊണ്ട് ആലോചിച്ച് നോക്കിയ എന്റെ പ്രിയപ്പെട്ടവരെ അത്രത്തോളം അയൽവാസി സ്നേഹിച്ചു. നമ്മളൊന്ന് ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട വിജ്ഞാന സദസ്സുകളോട് ചോദിക്കട്ടെ, ഉസ്താദേ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു അയൽവാസി ഞാൻ വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന ഇത് പൊക്കിക്കലന്നായാലും ആര് അത്ര ഗൗരവമാണ് പൊക്കാൻ ധൈര്യം. ഒരു അയൽവാസിയും എന്റെ ജീവിതത്തിൽ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന എന്താ അല്ലാഹുവിന്റെ മഹാന്മാർ പറയുന്ന ഒരു വാചകമുണ്ട്, പല സ്ഥലത്തും ഞാൻ പറഞ്ഞതാ. ഇദാ റമൈത കൽബജാരിക ഫഖദ ആദൈത ജാറക. നിന്റെ അയൽവാസി വേദനിപ്പിക്കാന്ന് പറഞ്ഞാല് നീ അവനെ പോയി കല്ലണ്ട, അവനെ വേദനിപ്പിക്കണ്ട. ഒരു കല്ല് പറക്കി നിന്റെ അയൽവാസിയുടെ കന്നുകാലികളോ മോശപ്പെട്ട വൃത്തികെട്ട തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട ഒരു നായ്, ആ നായ നിന്റെ അയൽവാസിയുടെ നായ നിന്റെ വീട് മുറ്റത്ത് വന്നപ്പോ ഒരു കല്ല് പറക്കി വലിച്ചെറിയും. എന്നാലോ കല്ലെറിഞ്ഞതിന്റെ അയൽവാസിയുടെ നെഞ്ചകത്തേക്കാണ് നബി മുഹമ്മദ് മുസ്തഫ. വേദനിപ്പിക്കല്ലേ, വിഷമിപ്പിക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഒരു അയൽവാസിയുടെ ഗൗരവം. മുത്തു റസൂലുള്ളാഹി പറയുകയാണ്, മൻ ആദാ ജാറഹു ഫഖദ് ആദാനി. ആരെങ്കിലും ഒരാൾ അവന്റെ അയൽവാസി വേദനിപ്പിച്ചാൽ, കടേക്കാരക്കാരാ നിങ്ങൾ പറഞ്ഞുവല്ലോ ഇവിടെ 40 വീടുണ്ട്, ഈ പരിശുദ്ധമായ മഹല്ല് എന്റെ പ്രിയപ്പെട്ടവരെ സൗഹൃദമുള്ള വീടാണ്, ഐക്യമുള്ള വീടാണ്, ഐക്യമുള്ള നാടായതുകൊണ്ടാണ്, മഹല്ലായതുകൊണ്ടാണ് 8 മാസം കൊണ്ട് ഇങ്ങനെയുള്ള മനോഹരമായ റഹ്മാനിയ മസ്ജിദ് നിങ്ങൾക്ക് പടുത്തുയർത്താൻ കഴിഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട കടേക്കാരക്കാരാ, ഈ 40 വീട്ടിലുള്ള ഒരാളെ ആരെങ്കിലും ഒരാൾ വേദനിപ്പിച്ചാൽ, ഒരു വീട് മുഴുവനും വേണ്ട, ആ വീട്ടിൽ കഴിയുന്ന ഒരാളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുകയാണ്, അയൽവാസി വേദനിപ്പിച്ചാൽ അത് എന്നെ വേദനിപ്പിക്കലിനോട് തുല്യമാണ്, അത് എന്നെ വേദനിപ്പിക്കല. ഒരു അയൽവാസിക്ക് മാട്ടം വെച്ചാൽ, ഒരു അയൽവാസിയുടെ പേരിൽ ഇല്ലാത്ത കഥകൾ നാട്ടിൽ പരത്തിയാൽ, എന്റെ പ്രിയപ്പെട്ടവർ ഒരു അയൽവാസിയുടെ വീടിന്റെ കല്യാണം മുടക്കിയാൽ, ഒരു അയൽവാസിയുടെ വീട്ടിലേക്കുള്ള വഴി മുടക്കിയാൽ, ഒരു പാവപ്പെട്ട അയൽവാസിയുടെ പേര് നിങ്ങൾ അസൂയപ്പുണ്ട് അവനോട് പാറ വെച്ച് കളിച്ചാൽ അത് മദീനാക്കുള്ള വഴിമുടക്കലാണ്, റസൂലുള്ളാഹിയോടുള്ള അസൂയയാണ്. ഏത് മുത്തുനബിയാണെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ? ഇന്ന് നിങ്ങൾക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, ചേതനയൊറ്റ ശരീരവുമായി പരിശുദ്ധ കടേക്കാലിൽ ഇന്നത്തെ രാത്രി മരിച്ചു വീണാൽ 10 മണിക്കൂർ പോലും നിന്റെ ഭാര്യ മക്കളെ ഇന്നലെയുള്ള രാത്രിയിൽ AC റൂമിന്റെ അകത്തളത്ത് കിടന്നുറങ്ങിയ നിന്റെ ശരീരത്തെ കൊണ്ടുവന്ന് കിടത്തുന്നത് പുറത്താണ്. വസ്ത്രം ഒരുപാട് വിലപിടിപ്പുള്ളത് ധരിച്ച നിന്നെ അല്ലാഹുവേ 500 രൂപയുടെ ഒരു ബെഡ്ഷീറ്റ് പോലും തുണി വരച്ചുകൊണ്ട് നിന്നെ പുതപ്പിച്ച് കിടത്തി. പടച്ച റബ്ബേ, ഇതാണ് ഭാര്യ മക്കളെന്ന് പറഞ്ഞാൽ. സ്വന്തം വീടിന്റെ അകത്തളത്ത് പോലും നീ വെച്ച, നീ ഉണ്ടാക്കിയ, ഗൾഫ് രാജ്യത്തും അന്യ സംസ്ഥാനങ്ങളിലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈർപ്പിന്റെ ഗന്ധം പോലും അറിയാത്ത പ്രിയപ്പെട്ട ഭാര്യ മക്കൾക്ക് നീ കൊട്ടാരമുണ്ടാക്കി കൊടുത്തില്ലേ? ആ വീടിന്റെ അകത്തളത്ത് പോലും നിന്നെ കുളിക്കാൻ അനുവദിക്കുന്നില്ല. വീടിന്റെ പുറംവശത്ത് നിന്നെ കുളിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്ന് വീടിന്റെ അകത്തളത്ത് വെച്ചാൽ 6 മണിക്കൂറേ നിന്റെ ഈ ശ്വാസമറ്റ് പോയാൽ നിനക്ക് വീട്ടിൽ താമസിക്കാൻ കഴിയുള്ളൂ. പിന്നെ നിന്നെ കൊണ്ടുപോയി കിടത്തുന്നത് മുട്ടത്തോടി പള്ളിയുടെ പള്ളിപ്പെരുമാറിലാണ്. എത്ര വാപ്പമാർ മരിച്ചെന്റെ പ്രിയപ്പെട്ടവരെ, എത്ര ഉമ്മമാർ മരിച്ചു, എത്ര ഭാര്യമാർ മരിച്ചു, എത്ര കുടുംബക്കാരും മക്കളും പ്രിയപ്പെട്ട പെങ്ങളും മംഗളന്മാരും മരിച്ചു. ഇന്നേവരെ ചരിത്രത്താളുകളിൽ ആരെങ്കിലും ഒരാൾ ഒരു കുടീരം കിട്ടി മുട്ടത്തോടി പള്ളിയുടെ പള്ളിപ്പെരുമാറിൽ താമസിച്ച ചരിത്രമുണ്ടോ മുസ്ലിമേ? അങ്ങനെയുള്ള ഖബർസ്ഥാനിൽ പോയി ഞാനും നിങ്ങളും കിടക്കുമ്പോ അവിടെ ഭാര്യ വരില്ല, മക്കള് വരില്ല, കൂടെപ്പറമ്പുകൾ വരില്ല, കൂട്ടുകാർ വരില്ല, തോളത്ത് കൈയിട്ട് നടന്ന് മരിക്കുന്ന സെക്കൻഡ് വരെ നിന്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കടിച്ചവന് വരില്ല. ആരാരുമില്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന മണ്ണറ കൂടിൽ കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മദീനത്തെ വെളിച്ചമാ നമ്മളെ രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ ഹബീബാ.
നമുക്ക് ഇണയാവേണ്ട നബി, നമുക്ക് തുണയാവേണ്ട നബി കാമിൽ റസൂലുള്ളാഹേ ഖാതിം ഹബീബുള്ളാഹേ കാമിൽ റസൂലുള്ളാഹേ ഖാതിം ഹബീബുള്ളാഹേ ത്വയ്ബ പതിവിൻ ജീവേ തിങ്കൾ ഒളി നിലവേ ഉരുകുന്ന മരുവിൽ കരുളത്തൻ മലർവാടി വിരിച്ച ഗുരുപുതർ ജനിച്ചിടുന്നേ കരകന കഥനത്തിലലയുന്ന മനുഷ്യർക്ക് അറിവിന്റെ കുളിർമഴ ചൊരിഞ്ഞിടുന്നേ കാമിൽ റസൂലുള്ളാഹേ ഖാതിം ഹബീബുള്ളാഹേ ആ മദീനത്തെ മണവാളനല്ലാതെ നമുക്ക് രക്ഷയില്ല, ആ മദീനത്തെ മണവാളനല്ലാതെ നമുക്ക് കാരുണ്യമില്ല. ആരാരുമില്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന മുട്ടത്തോടി പള്ളിയുടെ പള്ളി പെരുമാറിനെ കിടക്കുമ്പോ, കോപ്പയുടെ പുതുമണ്ണിന്റെ പരിശുദ്ധ പള്ളി പെരുമാറിനെ കിടക്കുമ്പോ നിനക്ക് എത്തുന്നത് മദീനത്തെ പ്രകാശമാ. ആ പ്രകാശം കിട്ടാത്ത ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. ആ പ്രകാശം കിട്ടാത്തവർ കടയുണ്ട്. ആരാണെന്നറിയോ? ഒരു അയൽവാസി വേദനിപ്പിച്ചവനാ, ഒരു അയൽവാസി വിഷമിപ്പിച്ചവനാ. മുത്തു റസൂലുള്ള പറയുകയാ, എന്നെ വേദനിപ്പിച്ചാ പോട്ടെ, എന്നെ വേദനിപ്പിച്ചാ പോട്ടെ. ആരെങ്കിലും ഒരാൾ എന്നെ വേദനിപ്പിച്ചാൽ, ആരെങ്കിലും ഒരാൾ എന്നെ ടെൻഷൻ അടിപ്പിച്ചാൽ, ആരെങ്കിലും ഒരാൾ എന്നെ ബുദ്ധിമുട്ടിച്ചാൽ അത് അല്ലാഹുവിനെ വേദനിപ്പിക്കും പോലെയാണ്, അത് അല്ലാഹുവിനെ വിഷമിപ്പിക്കും പോലെയാണ്. എന്റെ പ്രിയപ്പെട്ട കടക്കാരാ, ഒരു അയൽവാസി വേദനിപ്പിക്കുമ്പോ നീ അല്ലാഹുവിനെയും റസൂലിനെയും വേദനിപ്പിച്ചവനാണ്. പിന്നെ നീ വേദനിപ്പിച്ച നിന്റെ സ്വലാത്ത് റസൂലുള്ളാഹിക്ക് വേണോ? നിന്റെ ഖുർആൻ അല്ലാഹുവിന് വേണോ? നിന്റെ സദഖ അല്ലാഹുവിന് വേണോ? നിന്റെ സകാത്ത് അല്ലാഹുവിന് വേണോ? നിന്റെ റമദാനും നിന്റെ നോമ്പും നിന്റെ സകാത്തും നിന്റെ ഹജ്ജും അല്ലാഹുവിന് വേണോ? നിന്റെ ഇൽമിന്റെ സദസ്സ് പടച്ചവന് വേണോ? കാരണം എന്തേ? അല്ലാഹുവും നീയുമായുള്ള ബന്ധം നിന്റെ അയൽവാസിയോട് പിണങ്ങി കിടക്കലോടുകൂടെ അല്ലാഹു നിന്നോട് പിണങ്ങി കിടന്നിരിക്കുകയാ. അപ്പോഴാണ് നിന്റെ വീട്ടിലേക്ക് എന്തു ചോദിച്ചാലും അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങാതിരിക്കുന്നത്, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമില്ലാതിരിക്കുന്നത്. അതുകൊണ്ട് ഒരു അയൽവാസിയും വേദനിപ്പിക്കണ്ട, ഒരു അയൽവാസിയോടും പകവെക്കണ്ട, ഒരു അയൽവാസിയോടും വിദ്വേഷം പുലർത്തണ്ട, ഒരു അയൽവാസിയോടും അവരോട് തകർക്കാനും അവരെ തമർദ്ദമാക്കാനും എന്റെ പ്രിയപ്പെട്ട കടക്കാരാ ഒരുങ്ങല്ലേ. ഒരു അയൽവാസിക്കും മാരണം ചെയ്യല്ലേ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതുപോലത്തെ നൂറുകണക്കാன വേദികളിലേക്ക് കയറി ഇറങ്ങുന്നവനാ ഞാൻ. കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ പാലക്കാട് ജില്ലയിലെ ഞാൻ പോയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ വലിയ തിങ്ങി നിറഞ്ഞ സദസ്സ് വാഴ്ന്നു കഴിഞ്ഞ് ആ വാഴ്ന്നിന്റെ അവസാനത്തെ സമയത്ത് വേദി വിട്ടിറങ്ങുമ്പോ ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഉസ്താദേ ജീവിതത്തിൽ ഒരു ആഗ്രഹവുമില്ല, ജീവിതത്തിൽ ഒരു ആഗ്രഹവുമില്ല, ഞാൻ മരിക്കാൻ എനിക്ക് ദുആ ചെയ്യണം ഉസ്താദ് എന്ന് ആ ചെറുപ്പക്കാരന് പറഞ്ഞു. സംഘാടകരായ കൂട്ടുകാരോട് ഞാൻ ചോദിച്ചു, വല്ല വട്ടുമുണ്ടോ ഈ ചെറുപ്പക്കാരന്? പല ചെറുപ്പക്കാരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറില്ലേ? പ്രവാസികൾ പറയാറില്ല, ജോലിയിലും ബിസിനസ്സിലും കച്ചവടത്തിലും ഏർപ്പാടുകൾ നാടിന്റെ സുഖദുഃഖങ്ങളെയൊക്കെ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് ഏൽപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്തവര് വസിയത്താണ്, ഞാൻ മരിക്കണം ഉസ്താദേ, മരിച്ചു കിട്ടാൻ ദുആ ചെയ്യണമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത അമ്പരപ്പെടുത്തി പോയി ആ വസിയത്ത്. കൂട്ടുകാരോട് ചോദിക്കുമ്പോ അവർ പറഞ്ഞു, ഉസ്താദേ അവന്റെ പ്രിയപ്പെട്ട ആ സഹോദരനോട് തന്നെ ചോദിച്ചു നോക്ക്, നിങ്ങൾ അവന്റെ കഥന കണ്ണീറുകൾ. ആ ചെറുപ്പക്കാരന് പറഞ്ഞത്, ഏത് വയലിന്റെ വേദിയിൽ പോയാലും എന്റെ പ്രിയപ്പെട്ടവരെ അണമുറയാതെ 4 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഞാൻ പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ ആ ചെറുപ്പക്കാരന് പറയാണ്, ഉസ്താദേ ഈ പള്ളിചാരത്ത് കാണുന്ന കോടിക്കണക്കായ രൂപ കൊടുത്തു വെച്ച ആ വീടുണ്ടല്ലോ, ആ വീട് എന്റെ വീടാണ് ഉസ്താദേ. ആ വീട്ടിൽ
എനിക്ക് ഇന്ന് ഇണയില്ല, തുണയില്ല, ഏകാന്തനായി കഴിയുകയാണ്. 10 മാസത്തിൽ ഉസ്താദ് 9 പേര് ആ വീട്ടിൽ നിന്ന് മരിച്ച് ഈ പള്ളിപ്പറമ്പിൽ കിടക്കുകയാ. ആരുമില്ല ഉസ്താദേ, എല്ലാവരും മരിച്ചുപോയി, ഞാൻ ഒറ്റക്കാണെന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരന് പറയുമ്പോ ഞാൻ അത്ഭുതത്തോടുകൂടെ ചോദിച്ചു, എന്ത് സാമൂഹിക മരണങ്ങൾ വരാനുള്ള കാരണം എന്താ? വല്ല പകർച്ചവ്യാധിയാണോ, അല്ല മുങ്ങി മരിച്ചതാണോ, അല്ല വാഹനാപകടത്തിൽ ചെതഞ്ഞരിഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരന് പറഞ്ഞ മറുപടി, എന്റെ കടേ കാലിക്കാരാ, ഇങ്ങനെയുള്ള പണിയുണ്ടെങ്കിലും നിർത്താൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ആധികാരിക ഉത്തരവാദിത്വത്തിൽ മഹല്ലത്തിന്റെ ഒരു ഖതീബായി തന്നെ നിങ്ങളോട് പറയട്ടെ, തകർക്കാൻ നോക്കല്ലേ. ആ ചെറുപ്പക്കാരന് പറയാണ്, ഉസ്താദേ എന്റെ വാപ്പ വലിയ കോടീശ്വരനായിരുന്നു, വലിയ ആധിക്യമുള്ള മനുഷ്യനാ, വലിയ സമ്പന്നനായ മനുഷ്യനാണ്. ഇത് എന്റെ അയൽവാസികൾക്ക് കാണാൻ കഴിഞ്ഞില്ല ഉസ്താദ്, ഞങ്ങൾക്ക് അവർ സിഹർ വെച്ചു ഉസ്താദ്. ആ സിഹർ വെച്ച് തകർത്തതിന്റെ പേരില്, ഞങ്ങളുടെ പേരിൽ അസൂയ പൂണ്ടതിന്റെ പേരില്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പരക്ക പറ്റാത്ത മക്കളടക്കമുള്ള, യൗവനം നിറഞ്ഞു തുളുമ്പുന്ന സഹോദര സഹോദരികളടക്കമുള്ള, വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെച്ച എന്റെ വാപ്പയും അമ്മയും അടക്കമുള്ള 9 പേര് മരണപ്പെട്ട് ഈ പള്ളിപ്പറമ്പിൽ കിടക്കുമ്പോ ഞാൻ എങ്ങനെയാണ് ഉസ്താദ് അവിടെ ഒറ്റക്ക് കിടക്കുക? ഇവരെ കൂടെ കിടക്കാൻ എത്രയും പെട്ടെന്നാവാൻ ദുആ ചെയ്യണമെന്ന് പറയുമ്പോ ആ വല്ല കടേക്കാലുകാരാ, ഒരാളോടും നമുക്ക് അസൂയ വേണ്ട, ഒരാളോടും നമുക്ക് വിദ്വേഷം വേണ്ട, ഒരാളോടും നമുക്ക് പക വേണ്ട. ഏറ്റവും വലിയ മോശപ്പെട്ട സ്വഭാവമാണല്ലോ അസൂയ എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നൽ ഹസദ യഅകുലുൽ ഹസനാത്ത്. ഈ ഒരു മനുഷ്യനോട്, നിന്റെ അയൽക്കാരനോട് വെച്ച അസൂയ ഉണ്ടല്ലോ, അയാള് പള്ളിക്ക് നല്ല പ്രവർത്തിക്കുന്നു, അയാള് സ്വതക്ക കൊടുക്കുന്നു, അയാള് ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, അയാള് നല്ലതുപോലെ ജീവിതം മുന്നോട്ട് നയിക്കുന്നു, നാട്ടിൽ ഒരു നല്ല മനുഷ്യനായി നടക്കുമ്പോ കഴിഞ്ഞ കാലത്ത് എന്തോ ഒന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞ അയാളുടെ നല്ല വിശുദ്ധി കാണുമ്പോ അസൂയ പൂണ്ടുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നീ നാളെ മുതൽ നിസ്കരിക്കണ്ട, നാളെ മുതൽ ഖുർആൻ ഓതണ്ട, റമദാൻ നോമ്പെടുക്കണ്ട. കാരണം എന്തെന്നറിയോ? നിന്റെ ഈ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അസൂയ തിന്നുകയാണ്. നിന്റെ എല്ലാ സൽക്കർമ്മങ്ങളെയും നീ നിന്റെ മനസ്സിൽ അകപ്പെട്ടു പോയ ക്യാൻസർ ആകുന്ന ആ അസൂയ വിഴുങ്ങിക്കളയുകയാണ്. വിറകിനെ തീ എങ്ങനെയാണോ തിന്നുന്നത്, വിറകിനെ തീ എങ്ങനെയാണോ തിന്നുന്നത്, അതുപോലെ നിന്റെ അസൂയ നിന്റെ അമലുകളെ തിന്നുകളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവാണോ നിനക്ക് വേണ്ടത്, റസൂലുള്ളാഹിയാണോ നിനക്ക് വേണ്ടത്? അവരെ കണ്ടുപിടിക്കാൻ, അവരുടെ പൊരുത്തം നേടാൻ നിന്റെ അയൽവാസി നീ സ്നേഹിക്കണേ, അവരുടെ പൊരുത്തം നേടണേ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഒരു പതിവുണ്ട്, ഇങ്ങനെ എല്ലാവരും തടിച്ചു വഅദ് കഴിയുമ്പോൾ ദ്വാരക്കാൻ വേണ്ടി പോവല്ലോ. അപ്പൊ പറയുന്നത്, എല്ലാരും ഒരു വിഭാഗം ആള് അവിടെ എന്നിട്ട് പോകണ്ട, ഈ സദസ്സിൽ ഇരിക്കണ്ട. കാരണം വഅദ് കേൾക്കലല്ല വിഷയം, നമ്മളങ്ങനെയാണ് വഅദ് എല്ലാരും കേൾക്കും. എനിക്ക് ചീരണിയുള്ളെന്ന് വഅദ് പറയാൻ ഭയങ്കര സന്തോഷം. കാരണം ഒരാൾ അനങ്ങാൻ, കാരണം എന്താ? പോത്തിനോടുള്ള ഈ നാട്ടിലല്ല, അല്ലാഹു ഇരുന്ന ഓരോരുത്തർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ്. ഇപ്പൊ ഈ ഇന്നലെയും നിറഞ്ഞു കവിഞ്ഞിരുന്നു, ഞാൻ നിറഞ്ഞു കവിഞ്ഞിരുന്നു, അൽഹംദുലില്ലാഹ് സന്തോഷം. അപ്പൊ പോത്തിനോടുള്ള പ്രേമം വഅദിനോടില്ല, ദുആയിനോട്. ഞാൻ ശരിക്കും ഇരിക്കേണ്ടത് ദുആന്റെ സമയം. അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു, എല്ലാവരും ഇരിക്കും. അബൂ ഹുറൈറ പറയും, ഒരു വിഭാഗം എഴുന്നേറ്റ് പൊക്കോളി. ആ ഇരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ ദുആ ഇന്ന് ഇജാബത്തില്ല. എത്ര വലിയ മഹാനാണ് തന്നെ, മഹാനാണ്. ലക്ഷക്കണക്കായ ഹദീസുകൾ റസൂലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത മനുഷ്യനാണ്. എടുത്തു നോക്കിയാൽ കൂടുതൽ അന്നബി ഹുറൈറ. ആ മഹാനാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ചോദിച്ച ആ വിഭാഗമാരാണ് അയൽവാസികളെ മനസ്സ് വേദനിപ്പിച്ച, അയൽവാസികൾ ടെൻഷൻ അടിപ്പിച്ച. അവർ ഇരുന്നാൽ ഒരു സൂഫിയായ മനുഷ്യന്റെ കഥ കാണാം കിതാബുകളിൽ. അയാളുടെ പുരയിൽ ഭയങ്കര എലിയുടെ ശല്യം ഭയങ്കര രൂക്ഷമാണ്.
അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ആ പ്രിയപ്പെട്ട സൂഫിയായ മനുഷ്യൻ അറിയോ, അയാളുടെ പോലെ ഭയങ്കര എലിയ. എന്താ ചെയ്യാറ ബുദ്ധിമുട്ടുണ്ടോ? അല്ലേ? ഞാൻ ഇപ്പൊ 10 മിനിറ്റ് നിർത്തണം. എനിക്ക് എത്ര പെട്ടെന്ന് നിർത്തി അത്ര നല്ല, കാരണം നാളെയും പരിപാടി ഉണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ആ സൂഫിയായ മനുഷ്യന്റെ വീട്ടിൽ എലിയുടെ ശല്യം രൂക്ഷമായി. അയാൾ നേരെ അയൽവാസിയുടെ വീട്ടിലേക്ക് പരക്ക് പോയിട്ട് പറഞ്ഞു, നിന്റെ പരക്കൊരിക്കൽ പറഞ്ഞു. അയാൾ വന്നു. എന്ത് വിഷയം? വിഷയം എന്തില്ല, എന്റെ പേരിൽ ഭയങ്കര എലിയുണ്ട്, ഞാൻ എന്താക്കണം? നമ്മൾ ചത്തേരിയെ കൊണ്ടുപോയിട്ട് വലിച്ചെറിയുന്നത് അയൽവാസിയുടെ വീട് മുറ്റത്തെ. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റേജുകൾ, ഡ്രൈനേജുകളൊക്കെയും വിടുന്നത് നമ്മുടെ അയൽവാസിയുടെ വീട് മുറ്റത്തേക്കാണ്. എന്ത് ചെയ്യണം? ചെയ്യേണ്ടത് എന്ത് പിരാന്തര, ഒരു പൂച്ചയെ പോയിട്ട് മനുഷ്യ ഇതല്ലേ ചോദിക്കാനിട പറഞ്ഞ. അപ്പൊ ഈ സൂഫിയായ മനുഷ്യൻ പറഞ്ഞു തരുവാ, അൽഹംദുലില്ലാ, സമ്മതം തന്നല്ലോ, അതാണ് എനിക്ക് വലിയ വിഷയം. കാരണം എന്ന് വെച്ചാല് എന്റെ വീട്ടിൽ ഒരു പൂച്ചയെ പോയിട്ട് എന്റെ വീടിന്റെ മച്ചിയിലേക്ക് എലിയെ പിടിക്കാൻ വേണ്ടി കയറിയപ്പോ ആ എലിയെങ്ങാനും ഒളിച്ചോടി നിന്റെ വീട്ടിൽ ശല്യം ചെയ്താൽ ഞാൻ പൂച്ചയെ പോറ്റിയ കാരണമുണ്ടല്ലേ, അതുകൊണ്ട് നിന്നെ ഞാൻ വേദനിപ്പിച്ചവനാവൂല്ലേ? അത് ഭയന്നിട്ടാണ് നിന്നോട് ചോദിച്ചത്. എനിക്ക് പേടിയില്ല, ഞാൻ പൂച്ചയെ പോറ്റിയ. മഹാനായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സംഭവം നടക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനെ യുദ്ധത്തിന് വേണ്ടി വിളിക്കുകയാണ്. തലേ ദിവസം സ്വഹാബത്തിനോട് പറഞ്ഞു, കുളിച്ചൊരുങ്ങി യുദ്ധത്തിന് അണിയറയായി നിൽക്കാൻ വേണ്ടി തയ്യാറായി വരണം. മദീനയുടെ മണൽപ്പരപ്പിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് സ്വഹാബത്തെ അണിയണിയായി നിർത്തി. എന്നിട്ട് അവരോട് യുദ്ധോപദേശങ്ങൾ നൽകിക്കൊണ്ട് പറയാണ്, സ്വഹാബാ, ഞങ്ങൾ യുദ്ധത്തിന് പോവുകയാ, ഞങ്ങൾ യുദ്ധത്തിലേക്ക് പോവുകയാ. ആ യുദ്ധത്തിലേക്ക് കടന്നു പോകുമ്പോ ഒരു അപേക്ഷയുണ്ട് എനിക്ക്. ലാ യുസായിബനൽ യൗമ മന്നാദാ ജാറഹു. ഇന്നത്തെ യുദ്ധത്തിനുണ്ടല്ലോ, ഇന്നത്തെ ഈ സമ്മേളിക്കുന്ന ഞങ്ങൾ പോകുന്ന യുദ്ധമുണ്ടല്ലോ, ആ യുദ്ധത്തിലേക്ക് അയൽവാസി വേദനിപ്പിച്ച ഒരാൾ കടന്നു വരല്ലേ, അയൽവാസി വേദനിപ്പിച്ച ഒരാൾ ഞങ്ങളോട് സഹവസിക്കല്ലേ. അയൽവാസി വേദനിപ്പിച്ച അബൂബക്കറുള്ള, ഉമറുള്ള, ഉസ്മാനുള്ള, അലിയുള്ള, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളുള്ള സദസ്സിലാ റസൂലുള്ളാഹി പറയുന്നത്. സ്വഹാബത്ത് മുത്തു റസൂലുള്ളാഹിന്റെ വാക്ക് കേൾക്കുമ്പോ കണ്ണു നിറഞ്ഞു പോയി. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ എന്താ പറയുന്ന കാരണമെന്ത്? ആ പ്രിയപ്പെട്ട സ്വഹാബത്ത് അവരുടെ മനസ്സൊരിത്തിരി പോലും വേദനിപ്പിച്ചവരല്ല, ടെൻഷൻ അടിപ്പിച്ചവരല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ സ്വഹാബത്ത് മുത്തുനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ആരും വേദനിപ്പിച്ചിട്ടില്ല നബിയേ. റസൂലുള്ള പറഞ്ഞു, ചിന്തിക്ക് നിങ്ങൾ, വിചിന്തനം നടത്തും നിങ്ങൾ. ഒരുപാട് നേരം അവർ വിചിന്തനം നടത്തിയപ്പോ കൂട്ടത്തിലുള്ളവർ സ്വഹാബി പറയുന്നു, നബിയേ, ഒരു ചെറിയ വിഷയം ഞാൻ ചെയ്തു പോയി, ഞാനൊരു ചെറിയ കാര്യം ചെയ്തു പോയി. ഞാൻ വരുന്ന വഴിയോരത്ത് എന്റെ അയൽവാസിയുടെ ചുറ്റുമതിലുണ്ടല്ലോ, കമ്പൗണ്ടിലുണ്ടോ നബിയെ, ആ കമ്പൗണ്ടിന്റെ ചാരത്ത് ഞാൻ മൂത്രിച്ചപ്പോ ഒരു തുള്ളി മൂത്രം അയൽവാസിയുടെ കമ്പൗണ്ടിലേക്ക് തെറിച്ചു പോയി നബിയേ. അതുകൊണ്ട് ഞാൻ എന്റെ അയൽവാസിയെ വേദനിപ്പിച്ചവനാണോ നബിയേ? ഒരു തുള്ളി മൂത്രം കമ്പൗണ്ടിലേക്ക് തെറിച്ചു വേദനിപ്പിച്ചവൻ. റസൂലുള്ളാഹി പറഞ്ഞു, നഅം, അതെ, വേദനിപ്പിച്ചവനാ. വന്നാൽ യുദ്ധത്തിൽ ബറക്കത്തില്ല, യാത്രയിൽ ബറക്കത്തില്ല. പ്രത്യേകിച്ചും ഗൾഫിലേക്ക് യാത്ര ചെയ്യിക്കുന്നവരോട് പറയാണ്, നിന്റെ വീട്ടിൽ ആരെങ്കിലും അയൽവാസിയോട് പണങ്ങിയിട്ടുണ്ടെങ്കിൽ യാത്രയിൽ കൂട്ടണ്ട, പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വരും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. വലിയ വിഷയമാണ്. എന്തൊരു ബറക്കത്ത്. ഏതൊരു വിഷയത്തിലും മുത്ത് റസൂലുള്ളാഹിക്കുള്ള സ്വഭാവം തന്റെ അയൽവാസികളോട് മുശാവറ ചെയ്യുമാണ്. ഇത് നമ്മൾ പോകുന്നുണ്ടെങ്കിലും ആരോട് പറയല. ഗൾഫിലേക്ക് എത്തിയിട്ട് പിന്നെ അവന്റെ സ്റ്റേറ്റസ് കാണുമ്പോഴാണ് മനസ്സിലാകും ഗൾഫിലേക്ക് എത്തി. ചിലർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അല്ലെ, എല്ലാത്തിനും ഒളിപ്പിച്ചിട്ട് കട്ടുണിച്ചിട്ട് അല്ലെ. എന്തോ പണ്ടത്തെ പറയലല്ലേ, മറ്റേ കട്ടിട്ട് ഗർഭിണിയാക്കിയിട്ട് നാട് വിടും പോലെ ചില ആളുകൾ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ ഗൾഫിൽ നിന്ന് വരുമ്പോഴൊന്നും പറയില്ല അയൽവാസികളോട്. കാരണം എന്താ, എന്ന് കൊടുക്കണ്ടേ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. രണ്ടാമത്തെ കടപ്പാടിന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, ഒരു അയൽവാസിയും നാവ് കൊണ്ട് ഉപദ്രവിക്കല്ലേ.
നാവ് കൊണ്ട് ഉപദ്രവിക്കാതെ ഒരയൽവാസി ഇത് കേൾക്കേണ്ടത് എന്റെ പെങ്ങന്മാരാണ്, ഉമ്മമാരാണ്. ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ നമ്മളെ പെണ്ണുങ്ങളാണ്. ചെല്ലറുണ്ടാവാം അപ്പുറത്തെ ബീപാത്തിന്റെ വിഷയറിയോ നിങ്ങൾക്ക്? എന്ത് അപ്പുറത്തെ ആയിഷത്തിന്റെ വിഷയറിയോ? അങ്ങനെ 4-5 പെണ്ണുങ്ങൾ സിറ്റ് ഔട്ട് അസോസിയേഷൻ ഒക്കെ ഉണ്ടാവും. അവർക്ക് പണിയെല്ലാം കഴിഞ്ഞ് ഒരു 10 മണിയാകുമ്പോൾ വന്നിട്ട് ഇരുന്ന് അല്ലെ, പിന്നെ അപ്പുറത്തോളം ഇപ്പുറത്തോളം ഇങ്ങനെ കുറ്റവും കുറവും മറ്റതും മറിച്ചതൊക്കെ പറയാൻ തുടങ്ങി. എന്ത് സന്തോഷം! അൽഹംദുലില്ലാ, നല്ല റാഹത്തോടു കൂടെ സദസ്സ് വിട്ടുവരിക. മോളെ നിന്നെ അല്ലാഹു വിടൂല പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ ഒരു ഹദീസിൽ കാണാം, മുത്തനബിയോട് സ്വഹാബത്ത് പറഞ്ഞു, ഇന്നംറാഅത്തൻ, ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ കുറിച്ച് തുദ്കറു മിൻ കസറതി സലാത്തിഹാ വസിയാമിഹാ, അവളുടെ നിസ്കാരം ഭയങ്കര നോമ്പുകാരി, ഭയങ്കര ഖുർആനോത്തുകാരി, എല്ലാത്തിലും ആ പെണ്ണ് മുമ്പത്തിയില്ല. റസൂലുള്ളാഹി ഇത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഞങ്ങൾ അങ്ങനത്തെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല നബി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, ഓക്കെയാണ്, പക്ഷേ ഒരു കുറവുണ്ട് അവൾക്ക്. അവൾ അവളുടെ അയൽവാസി നാവ് കൊണ്ട് എന്തെങ്കിലും ഒരു വഴക്ക് പറയാതെ അവൾക്ക് സമാധാനമില്ല. നബി തങ്ങൾ പറഞ്ഞു, നരകത്തിലെ മനസ്സിലായി നിങ്ങൾക്ക്? എത്ര പേര് നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല. റമളാൻ വരെയാണ്. അയൽവാസി വേദനിപ്പിച്ചവർ, വിഷമിപ്പിച്ചവർ, പൊട്ടിക്കരയിപ്പിച്ചവരുണ്ടെങ്കിൽ ഇപ്പോഴും തന്നെ ഈ സദസ്സ് വിരിഞ്ഞ പോക്കോണം. കഴിയുന്നില്ലേ? മൊബൈൽ എടുക്കാം, വാട്സപ്പ് ഉണ്ട്, അസ്സലാമു അലൈക്കും എന്ന് മെസ്സേജ് വിട്ട് ഇങ്ങനെ ചുളിഞ്ഞ് ആ മുഖത്തെ അയച്ചു. നിന്റെ ബാധ്യത തീർന്ന് നീ വിജയിച്ചു, നീ രക്ഷപ്പെട്ടു. മറ്റൊരു ഹദീസിൽ കാണാം, നാവ് കൊണ്ട് അയൽവാസി വേദനിപ്പിച്ചാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുകയാണ്, മൻ നാദാ ജാറഹു വലൗ ബികലിമത്തിൻ വാഹിദാ, ആരെങ്കിലും ഒരാൾ അവന്റെ അയൽവാസി നാവ് കൊണ്ട് വേദനിപ്പിച്ചാൽ, ഒരു വാക്ക് കൊണ്ട് വേദനിപ്പിച്ചാൽ, എന്റെ കടേകാലുകാരാ, നീ ഒരു വാക്ക് കൊണ്ട്, ഒരു കുത്തുവാക്ക് കൊണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അഖറജല്ലാഹു റൂഹഹു മിൻ ഗൈരി ഷഹാദാ, കലിമത്ത് ഷഹാദ പറയാതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയാതെ നീ ചത്തുപോവുകയാണ്. നിനക്ക് നല്ല നിലക്ക് മരിക്കാൻ കഴിയില്ല, നിനക്ക് നല്ല നിലക്ക് മരിക്കാൻ കഴിയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അയൽവാസികളെ ബഹുമാനിക്കണം. നിങ്ങൾക്കറിയോ, മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്, സൂഫി ചക്രവാളത്തിലെ അഗ്രഗണ്യനായ തേജസ്സായിരുന്നു അത്തിപ്പറ്റ ഉസ്താദ്. അല്ലാഹുവേ ദറജ ഉയർത്തി കൊടുക്കണം റബ്ബേ. ആ അത്തിപ്പറ്റ ഉസ്താദിന്റെ അവസാനത്തെ ശ്വാസം നോക്കാൻ വേണ്ടി ഡോക്ടർ വന്നപ്പോ, പൾസ് നോക്കാൻ വന്നപ്പോ, ആ ഡോക്ടർ പറയാണ്, ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയാണ്. എന്തേ കാരണം? എന്റെ പ്രിയപ്പെട്ട കടേകാലുകാരാ, പരമഹാന്മാരും അങ്ങനെ മരിച്ചു പോയവരാണ്. എന്തേ കാരണം? അവരുടെ നിസ്കാരത്തിന്റെയും തഖ്വയുടെയും അതുപോലെ സൂഫിയത്തിന്റെയും കാരണം കൊണ്ട് മാത്രമല്ല. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് വിശുദ്ധമായ ഫതുൽ ഫത്തായിൽ കിടക്കുമ്പോ പിറ്റേ ദിവസം ചാനലുകളുടെ മുമ്പിൽ വന്ന് അത്തിപ്പറ്റ ഉസ്താദിന്റെ അയൽക്കാരിയായ ഓമല എന്ന് പറയുന്ന പെണ്ണ് പറയാണ്, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർക്കാൻ വേണ്ടി വർണ്ണം നോക്കി, ജാതി നോക്കി, മതം നോക്കി മുസ്ലിമീങ്ങളെ ചിഹ്നിച്ചതരിക്കാൻ വേണ്ടി ഇന്നത്തെ ഫാസിസ്റ്റ് ശക്തികൾ നോക്കുമ്പോ ഈ രാജ്യത്തുള്ള, ഈ സംസ്ഥാനത്തുള്ള ഓമല നമുക്ക് മാതൃകയാവണം. ആ പെണ്ണ് പറയാണ്, പ്രിയപ്പെട്ടവരെ, അത്തിപ്പറ്റ ഉസ്താദിന്റെ വാപ്പയാ, അത്തിപ്പറ്റ ഉസ്താദിന്റെ ഉമ്മയാ, അത്തിപ്പറ്റ ഉസ്താദ് എനിക്കെല്ലാമെല്ലാമാ. ആരാ? അയൽക്കാരിയായ ഓമല എന്ന് പറയുന്ന ഹൈന്ദവ പെണ്ണ് പറയുന്നത്, ഗൾഫ് രാജ്യത്തിൽ നിന്ന് വന്നാൽ ലഗേജ് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കെട്ടിപ്പൊട്ടിച്ച് ഞങ്ങൾക്ക് നല്ല ഒരു ഹദിയ തരും, ഞങ്ങൾക്ക് ഒരുപാട് കൊണ്ടുവരും. എന്റെ പെൺമക്കളെ കെട്ടിച്ചേക്കാനുള്ള ഒരുപാട് സാമ്പത്തികം തന്നത് പ്രിയപ്പെട്ട അവിടത്തെ എന്റെ പ്രിയപ്പെട്ട ഉസ്താദാ.
ഞങ്ങൾക്ക് വേണ്ടി ഞാൻ രോഗിയായി കിടക്കുമ്പോ നാട്ടിലുണ്ടാവുമ്പോ 2 സമയം വന്ന് എന്റെ രോഗം പരിചരിച്ചിരുന്നത് പ്രിയപ്പെട്ട ഉസ്താദാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന് വാഴക്കാടിന്റെ ഹൈന്ദവ മക്കള് അമ്പലത്തിന്റെ മതിൽ കെട്ട് പൊളിച്ചുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ വീട്ടിലേക്കുള്ള റോഡ് പണിത് കൊടുത്തത്. ഈ രാജ്യത്തിന്റെ ഒരുപാട് സന്ദേശത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ ഉയർത്തിപ്പിടിച്ച അയോധ്യയിലുള്ള ബാബരി മസ്ജിദ് തകർന്നപ്പോ ഈ കേരളക്കരയിലേക്കാണ് സംസ്ഥാനങ്ങളും രാജ്യങ്ങളും മുഴുവനും ഉറ്റുനോക്കിയത്. കാരണം എന്തേ? മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ വർഗീയ ചടുലതകൾ ഉണ്ടാവുക, ഒരുപാട് പള്ളികൾ തകർക്കപ്പെടുക എന്ന് ആഗ്രഹിച്ചപ്പോ ഈ നാട്ടിലുള്ള പാവപ്പെട്ട അയൽവാസിയായ ഹൈന്ദവന്റെ സത്തറിഞ്ഞ മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ റോഡ് നീളം എന്റെ പ്രിയപ്പെട്ടവരെ മൈക്ക് കെട്ടി അനൗൺസ് ചെയ്യാൻ വേണ്ടി ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞേച്ചുവെങ്കിലോ അവർക്ക് അല്ലാഹു കൊടുത്ത മരണം എന്തെന്നറിയോ? അവർ അല്ലാഹുവിനെ സ്നേഹിച്ചപ്പോ, അവർ പ്രിയപ്പെട്ട അയൽവാസികളെ നെഞ്ചിലേറ്റിയപ്പോ എന്റെ പ്രിയപ്പെട്ടവർ അല്ലാഹു അവർ കൊടുത്ത മരണം എന്തെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി ഈമാനോടെ ഉളൂവോടുകൂടെ മരിക്കാൻ അവർക്ക് അല്ലാഹു ഭാഗ്യം കൊടുത്തെങ്കിൽ കാലുകാരാ പള്ളിക്ക് ഒരുപാട് കൊടുത്തുവല്ലോ, പള്ളിക്ക് വേണ്ടി ഒരുപാട് സദഖ ചെയ്തുവല്ലോ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയല്ലോ, റമദാനും നോമ്പെടുത്ത് ഇബാദത്ത് ചെയ്തുകൊണ്ട് ഞാൻ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചിന്തിക്കുന്നവരെ നിന്റെ അയൽവാസിയുടെ പൊരുത്തമില്ലേ? നിനക്ക് ഈമാനോടെ മരിക്കാൻ കഴിയില്ല മുസ്ലിമേ, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലാൻ കഴിയില്ല മുസ്ലിമേ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ് വലാ യമൂതു ഇല്ലാ വലിസാനുഹു അലാ സ്വദ്രിഹി മിനൽ ലതശ്. ദാഹിച്ച് നിന്റെ നാക്കുണ്ടല്ലോ നെഞ്ചകത്തേക്ക് വീണ് നീ പേ പട്ടിയെ പോലെ ചത്ത് കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു സംഭവം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലും പ്രിയപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം മദീന പള്ളിക്കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. നടക്കുമ്പോ സുബ്ഹാനല്ലാഹ് ആ പള്ളിക്കാട്ടിന്റെ വിജനമായ പ്രദേശത്തിൽ നിന്ന് കത്തിയാളുന്ന നരകാഗ്നിയുടെ തീജാലകളുടെ ശബ്ദവും പൊട്ടിക്കരയുന്ന ആർത്തട്ടഹാസവും കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉമറിനെ വിളിച്ചു പറഞ്ഞു, ഉമറേ ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, നബിയെ കേൾക്കുന്നുണ്ട് നബിയെ. പോയിട്ട് ആരെ ഖബറും നോക്കിയിട്ട് പെട്ടെന്ന് വേഗതയിൽ പോയി ആരുടെ ഖബറാണെന്ന് നോക്കി വരണം. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ ഉടനടിയായി ഉമർ റളിയല്ലാഹു തആല ആ ഖബർ ചാരത്ത് കൂടി അതേ സ്പീഡിൽ. എത്ര സ്പീഡിലാണോ പോയത് അത്രേ സ്പീഡിൽ റസൂലുള്ള ഉമറിനെ നോക്കുമ്പോ ധൈര്യനായ ശൂരനായ വില്ലനായ ശക്തനായ ഉമർ, ജീവിതത്തിൽ കരച്ചിലെന്തെന്ന് പോലും അറിയാത്ത ഉമർ വല്ലാത്ത കരയുകയാ. ഉമറിന്റെ കണ്ണിൽ നിന്ന് അശ്രുധാരകൾ ഇങ്ങനെ ഒഴുകുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. എന്താ വിഷയം? ഒന്നില്ല നബിയെ, ആരെന്നറിയോ ആ മനുഷ്യൻ? ആ ഖബറിൽ കിടന്ന് പൊട്ടിക്കരയുന്ന മനുഷ്യനാരാണെന്നറിയോ നബിയെ? അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നാമ്പുറത്ത് നിസ്കരിച്ച, ഖുർആൻ ഓതിയ, സദഖ ചെയ്ത, ആരാധനയുടെ ആകാശയാമങ്ങളിൽ സഞ്ചരിച്ചു പോയ ഒരു നല്ല മനുഷ്യനാണ് നബിയേ. ഇൻഷാ അല്ലാഹ് സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് എല്ലാ സഹോദരിമാരും ശ്രദ്ധിക്കേണ്ടത്, ഇന്നലെ കവർ കൊടുത്തിനല്ലേ ഇന്നലെ അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ബക്കറ്റിൽ സദഖ ചെയ്യുമ്പോൾ നിയ്യത്ത് നമ്മുടെ മക്കളെ എക്സാം നേരിടാൻ വേണ്ടി പോവാണ്. നാളെ SSLCയും അതുപോലെ മറ്റുള്ള എക്സാമുകളൊക്കെ നമ്മുടെ കുഞ്ഞുമക്കൾ നേരിടാൻ പോകും. മക്കളുടെ ജീവിതമാണ് നമുക്ക് ഏറ്റവും വലുത്. നമ്മുടെ ഭാവി, നമ്മുടെ ജീവിതത്തിന്റെ സുന്ദരമായ മുഹൂർത്തങ്ങളെ നിർണയിക്കേണ്ടവരും എല്ലാ സന്തോഷമാവാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി. ആ മക്കളുടെ ഉന്നതമായ
അപ്പൊ ഇൻഷാ അല്ലാഹ് സഹോദരിമാർ നല്ല നിയ്യത്തോടുകൂടെ നമ്മുടെ മക്കൾ ഉന്നതമായ മാർക്കോടുകൂടെ വിജയിക്കണമെന്നുള്ള നിയ്യത്തോടുകൂടെ ആ ബക്കറ്റിൽ നല്ല ഒരു സംഖ്യ ഏൽപ്പിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സഹായിക്കുന്ന സഹകരിക്കുന്ന സഹോദരിമാരുടെ മക്കളെ, ആൺമക്കളെയും പെൺമക്കളെയും ഉന്നതമായ മാർക്കോടുകൂടെ വിജയിക്കാനുള്ള ഭാഗ്യം അല്ലാഹു അല്ലാഹു ഉന്നതമായ മാർക്കോടുകൂടെ നമ്മുടെ മക്കളെ വിജയിപ്പിക്കട്ടെ. അള്ളാന്റെ റസൂൽ ഇത് കേൾക്കലോടുകൂടെ ഓടി ആ കബറിലേക്ക്, ആ ഖബർസ്ഥാനിലേക്ക് ഓടി. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹിക്കും പരിചയമുള്ള സുഹൃത്താണ്. അല്ലാഹുവേ, ആരുടെ ഖബറാ? ആരുടെ ഖബറാ? സ്വർഗ്ഗം ഉറപ്പിച്ചവര് മനുഷ്യന്റെ ഖബറിന്റെ അകത്തളത്തിൽ നിന്നാണ് നരകത്തിന്റെ അഗ്നിജാലകൾ അവിടുന്ന് അല്ലാഹുവേ പടച്ചവനെ പാരിക്കളിക്കുന്നത്. ഒരുപാട് ആർത്തട്ടഹാസം ആ ഖബറിൽ നിന്ന് കേൾക്കുന്നത് സഹിക്കാൻ പറ്റിയില്ല. മുട്ടുകുത്തിയിരുന്ന ഖബർസ്ഥാനിൽ സലാം പറഞ്ഞുകൊണ്ട് യാസീനോദി ദുആ ചെയ്തു. അപ്പോൾ അടങ്ങി യാസീൻ നിർത്തി റസൂലുള്ള ചവിട്ടടിങ്ങോട്ട് വെക്കുമ്പോൾ വീണ്ടും ശബ്ദം, വല്ലാത്ത ശബ്ദമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സഹിക്കാൻ പറ്റിയില്ല. അള്ളാന്റെ റസൂല് പ്രിയപ്പെട്ട ഉമറിനോട് പറഞ്ഞു, ഉമറേ, ഈ ഖബർ ആരുടെ ഖബറാണ് ഉമറേ? നിനക്കറിയുമല്ലോ, ഈ മനുഷ്യനെ കുറിച്ച് നിനക്കറിയുമല്ലോ, വിവരിക്കേണ്ടതില്ലല്ലോ. ഈ മനുഷ്യന് ജീവിതത്തിൽ ചെയ്ത വല്ല തിന്മകളും നിനക്കറിയോ ഉമറേ? ഉമർ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല. മുത്തുനബിയോട് ചോദിച്ചു, എനിക്കും അറിയില്ല. അതുകൊണ്ടാ ഉമർ എന്നോട് ചോദിച്ചത്. ആരോട് ചോദിച്ചാലാണ് അറിയുക? ആരോട് ചോദിച്ചാണ് അറിയുക? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബുദ്ധിമാനായ ഉമർ പറഞ്ഞു, നബിയേ, ഒരു മനുഷ്യന്റെ എല്ലാ രഹസ്യങ്ങളുടെ കലവറയുടെ കാത്തു സൂക്ഷിപ്പുകാരി ഒരു പെണ്ണല്ലേ നബിയേ? ഒരു പെണ്ണനല്ലേ? ഒരാളെ കുറിച്ച് എല്ലാം അറിയാം, ഭർത്താവിനെ കുറിച്ച് ഭാര്യക്കെല്ലാം അറിയാം. അങ്ങനെയായിരിക്കണം. അപ്പൊ നമ്മ പറയും, ഉസ്താദ് എന്റെതൊന്നും അവൾക്ക് അറിയില്ല. ഭാര്യയെ ബഹുമാനിക്കണം, ദീൻ പഠിപ്പിക്കുക. എന്താ അതിന്റെ ഒരു കാരണം? നിന്റെ എല്ലാ സ്വകാര്യങ്ങളും ആർക്കറിയാം? ഭാര്യക്കറിയുന്നത് കൊണ്ടാണ് ആ സ്വകാര്യം. അതുകൊണ്ട് ബഹുമാനിക്കണം. രഹസ്യങ്ങൾ അറിയുന്ന ഒരാള് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാല് പിന്നെ അവന് ജീവിതം ഉണ്ടാവില്ല. കാണുന്നില്ലേ നമ്മളെ രാഷ്ട്രീയക്കാർ എല്ലാം പോകുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനെ പറഞ്ഞയച്ചു. നേരെ ആ ഖബറാളിയുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ പെണ്ണിന്റെ അടുത്ത് പോയി മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, പെണ്ണേ, മദീനത്തെ പള്ളിക്കാടിൽ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ആർത്തസിച്ച് പൊട്ടിക്കരയാണ്. കത്തിയാളുന്ന നരകത്തിന്റെ തീജ്വാലകളിൽ അവിടുന്ന് പടർന്നു പിടിച്ച് വേദനിച്ചു കൊണ്ടിരിക്കുകയാ. ആ മനുഷ്യന് ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റെന്താണ് പെണ്ണേ? ആ പെണ്ണ് ചിരിച്ചിട്ട് പറഞ്ഞു, ആരെ കുറിച്ച്? നിങ്ങൾക്ക് ആളെ മാറി, നിങ്ങൾക്ക് ആളെ മാറി. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയില്ല, 5 നേരം വന്ന് പള്ളിന്റെ കഥ തുറക്കുന്ന മുൻപ് താജ് നിസ്കരിച്ച മനുഷ്യന്, ഖുർആൻ ഓതിയ മനുഷ്യന്, ഇത്ര നല്ല ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് തന്നെ ചിരി വരിക. ഉമർ തങ്ങൾ പിന്തിരിഞ്ഞില്ല. വീണ്ടും ആ പെണ്ണിനോട് പറഞ്ഞു, ആലോചിക്ക് പെണ്ണേ. ഒരുപാട് വിചിന്തനം നടത്തിയ ആ പെണ്ണ് അവസാനം പ്രിയപ്പെട്ട ഉമറിനോട് പറയാണ്, ഉമർ തങ്ങളെ, മരിക്കുന്നതിന്റെ 4 ദിവസത്തിന്റെ മുമ്പ് എനിക്കൊരു ഓർമ്മ വരികയാണ്. മരണത്തിന്റെ 4 ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ അയൽക്കാരനായ ശുഐബ് എന്ന് പറയുന്ന മനുഷ്യനോട് എന്റെ ഭർത്താവ് പിണങ്ങിക്കിടന്നതല്ലാതെ മറ്റൊരു തെറ്റും എനിക്കറിയില്ല പ്രിയപ്പെട്ട ഉമറേ. മരിക്കുന്നതിന്റെ 4 ദിവസത്തിന്റെ മുമ്പ് അയൽക്കാരനായ ശുഐബിനോട് പിണങ്ങി. ഇത് മതി ഉമറിന് നേരെ ഓടി വന്നു. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ സവിധത്തേക്ക് ഓടി വന്നു പറയാട്, യാ റസൂലല്ലാഹ്, ഈ മനുഷ്യനുണ്ടല്ലോ തന്റെ അയൽക്കാരനായ ശുഐബ് എന്ന് പറയുന്ന മനുഷ്യനോട് പിണങ്ങിക്കിടന്നതാ. മരിക്കുന്ന 4 ദിവസം മുമ്പ് ഈ മനുഷ്യനെ പിണങ്ങിക്കിടന്നതാണ്. അതല്ലാതെ ഈ മനുഷ്യൻ ചെയ്തു പോയ ഒരു തെറ്റുമില്ല നബിയേ. ചുരുക്കി പറയട്ടെ, അല്ലാഹുവിന്റെ റസൂൽ ശുഐബിനെ വിളിച്ചു വരാൻ
വിളിച്ചു വരുത്തുകയാണ്. മഹാനായ ശുഐബ് ഓടി വരികയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ സവിധത്തേക്ക് ഓടി വന്നു. മുത്തു റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് ഓടി വന്നു. അല്ലാഹുവിന്റെ റസൂൽ ശുഐബിനോട് ചോദിച്ചു, ആ പൊട്ടിക്കരയുന്ന നിലവിളിക്കുന്ന നരകത്തിന്റെ തീജ്വാലകളിൽ ആളിപ്പടരുന്ന കത്തിയാളുന്ന തീനാളത്തില് വെന്തുരുകുന്ന മനുഷ്യനെ നിനക്കറിയോ? ആ മനുഷ്യനെ പറയാണ്, അറിയും നബിയേ. അപ്പോ ചോദിച്ചു, 4 ദിവസം സംഭവിച്ചു. രണ്ടാളിങ്ങനെ വിഷയം പറഞ്ഞു, വാക്തർക്കമായി എന്തോ രണ്ട് തെറി പറഞ്ഞു. രണ്ട് തെറി പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ആ പ്രിയപ്പെട്ടവനോട് ചോദിച്ചു, നിനക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാൻ പുറത്തു കൊടുക്കോ? എന്ത്? ഞാൻ അവന് പുറത്തു കൊടുത്താൽ, അവന് മാഫ് കൊടുത്താൽ നിനക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ദുആയിരുന്ന ഖബർ, അല്ലാഹുവിന്റെ റസൂൽ മുട്ടുകുത്തിയിരുന്ന ഖബർ, അല്ലാഹുവിന്റെ റസൂൽ യാസീൻ ഓതിയ ഖബറിൽ ആ തീനാളം അണയാതിരിക്കുമ്പോ ശുഐബ് ആ ഖബറിന്റെ ചാരത്ത് ഓടുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ശുഐബ് വലിയ ആലിമല്ല, ആരിഫല്ല, ആബിദല്ല, സൂഫിയല്ല, കൂലിവേളക്ക് പോകുന്ന മനുഷ്യന്റെ കഥയാ പറയുന്നത്. ആ ഖബറിന്റെ ചാരത്ത് ഓടി മുട്ടുകുത്തിയിരുന്ന് ആ മനുഷ്യന് പുറത്തു കൊടുത്തപ്പോ ആ ഖബറിൽ നിന്നൊരു വിളിയാളം കേൾക്കുകയാണ്, ജസാക്കല്ലാഹു അന്നി ഖൈറൽ ജസാ യാ റസൂലല്ലാഹ്. നബിയേ, നിങ്ങളല്ലെങ്കിൽ ഈ വെന്തുരുകുന്ന തീനാളത്തിന്റെ അകത്തളത്ത് ഞാൻ ഒരുപാട് കാലം കഴിയേണ്ടതായിരുന്നു. റസൂലുള്ളാഹ് മനുഷ്യരോട് ചോദിച്ചു, എന്തിനാടാ നിന്നെ ഖബറിൽ അല്ലാഹു പിടിച്ചു ശിക്ഷിച്ചത്? ഖബറാളി പറയാണ്, നബിയേ, ഒരുപാട് നിസ്കരിച്ച ഞാൻ, ഖുർആൻ ഓതിയ ഞാൻ, സൽക്കർമ്മങ്ങൾ ചെയ്ത ഞാൻ, സുഹൃതങ്ങൾ ചെയ്ത ഞാൻ, നോമ്പെടുത്ത ഞാൻ, ജീവിതത്തിൽ ഇന്നേ വരെ എന്റെ അറിവിൽ ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടുത്താത്ത മാസാന്തരം ഖത്മുൽ ഖുർആൻ തീർത്ത എന്റെ പരിശുദ്ധ ഖബറിന്റെ ഉള്ളില് അല്ലാഹു തീനാളങ്ങളെ കൊണ്ട് ശിക്ഷിക്കാൻ ലോകം മുഴുവനും ആരാധന കൊണ്ട് ഞാൻ നിറച്ചപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതെല്ലാം മായ്ച്ചു കളഞ്ഞത് ഈ ശുഐബിന്റെ ഒരു തുള്ളി കണ്ണുനീര് കൊണ്ടാണ് നബിയേ. ഈ കാണുന്ന ശുഐബിന്റെ ഒരു തുള്ളി കണ്ണുനീര് കൊണ്ട് നബിയേ എന്റെ സർവ്വാമലുകളെയും അല്ലാഹു പൊളിച്ചു കളഞ്ഞു നബിയേ. അതുകൊണ്ട് നബിയേ, നിങ്ങൾക്ക് അല്ലാഹു നിങ്ങളുടെ ദരജ ഉയർത്തട്ടെ എന്ന് ആ മനുഷ്യന് ഖബറിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോ എത്ര നിസ്കരിച്ചു ചെറുപ്പക്കാരാ, എത്ര ഖുർആൻ ഓതി പെങ്ങള്, എത്ര ഇബാദത്ത് ചെയ്തെന്റെ പ്രിയപ്പെട്ട കടേക്കാലുകാരാ. ലോകം മുഴുവനും നീ ആരാധന കൊണ്ട് നിറച്ചു പോയാലോ നിന്റെ ഈ കടേക്കാലിന്റെ 40 വീട്ടിൽ താമസിക്കുന്ന ആരെങ്കിലും ഒരാൾ നീ ഫിത്ന പറഞ്ഞിട്ടുണ്ടോ? നീ ഫസാദ് പറഞ്ഞിട്ടുണ്ടോ? അവനെ കുറിച്ച് ഇല്ലാത്തത് മുഴുവനും നാട്ടിൽ പാടി നീ അവന്റെ ആനമണിപ്പെടുത്തിയിട്ടുണ്ടോ? അവനെ നീ നാറ്റിച്ചിട്ടുണ്ടോ? അവന്റെ പേരിൽ അസൂയ പൂണ്ടുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ നാട്ടിൽ നീ ഇല്ലാത്ത ഒരുപാട് അപപ്രചരണങ്ങൾക്ക് കാരണമായിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിന്റെ സൽക്കർമ്മങ്ങളെ മുഴുവനും മുട്ടത്തോടി പള്ളിയുടെ പള്ളി പെരുമാറിൽ കിടക്കുമ്പോ എല്ലാം ഉരുകി പോവുകയാ, എല്ലാം നശിച്ചു പോവുകയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് തന്ന ഒരു സുവർണാവസരം, പരിശുദ്ധമായ റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈ റമദാനുള്ള മുന്നൊരുക്കമുണ്ടല്ലോ, നോമ്പെടുത്തോ, ഇബാദത്ത് കൊണ്ടോ, സൽക്കർമ്മങ്ങൾ കൊണ്ടോ, ആരാധനകളെ കൊണ്ടോ, എന്റെ പ്രിയപ്പെട്ടവരെ, നന്മകളെ കൊണ്ടാകുന്നതിന്റെ മുമ്പ് അത് വേണ്ട എന്നല്ല പറയുന്നതാവട്ടെ, പക്ഷേ അതിന്റെ മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, തകർന്നടിഞ്ഞു പോയ നിന്റെ ബന്ധങ്ങളുണ്ടല്ലോ, പാവപ്പെട്ട അയൽവാസികളോട് വർഷങ്ങളായി പിണങ്ങിക്കിടന്നവർ, കുടുംബ ബന്ധം തകർത്തവർ, പാവപ്പെട്ടവന്റെ മനസ്സ് വേദനിപ്പിച്ചവർ, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ അവരുമായി പോയി ഇണചേർന്നുകൊണ്ട് പൊരുത്തപ്പെടിച്ചുകൊണ്ട് റമദാനിലേക്ക് ഒരുങ്ങടേ, റമദാനിലേക്ക് ഒരുങ്ങടേ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.